ആകയാൽ ഒട്ടും സമയം കളയാതെ ദൈവം എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൂത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ തീം അറിയാം. നമ്മൾ പിൻപിലുള്ളതിനെ മറക്കണം, മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടണം. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ പിൻപിലുള്ളത് മറക്കാൻ ഭയങ്കര പ്രയാസകരമാണ്. ഇവിടെ നിന്ന് ഇന്ന് ഈ ക്യാമ്പിൽ 3 ദിവസം പല ദൈവദാസന്മാരും ദൈവദാസിമാരും ഇവിടെ വരുന്നവരെല്ലാവരും നിങ്ങളോട് പറയും പിൻപിലുള്ളത് മറക്കണമെന്ന്. എന്നാൽ ശരിക്കും നമ്മൾ മറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ ക്യാമ്പ് തീരുമ്പോൾ നമ്മൾ തീരുമാനമെടുക്കും, ഞാൻ എല്ലാം മറക്കും, ഇനിയുള്ള ജീവിതം പുതിയതോർത്ത് ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്യും. എന്നാൽ വീട്ടിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകുന്നത്. നമ്മുടെ സാഹചര്യങ്ങളൊന്നും മാറുമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല. അതേ അമ്മായിമ്മ, അതേ അമ്മായിയപ്പൻ, അതേ ഭർത്താവ്, അതേ മക്കൾ, അതേ സഭ, അതേ ദൈവമക്കൾ. പക്ഷെ മാറേണ്ടത് ആരാന്നറിയോ? നമ്മളാ. പക്ഷെ നമ്മുടെ വിചാരം നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ മാറണം, ഞാൻ ചെല്ലുമ്പോൾ അവർ മാറണമെന്നാണ്. അവർ മാറത്തില്ല കേട്ടോ, അവരൊന്നാ, അവരതുപോലെ ഇരിക്കും. പക്ഷെ നമ്മൾ മാറിയാൽ നമ്മുടെ സാഹചര്യങ്ങൾ മാറും. ആകയാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ എന്നിൽ ഏൽപ്പിച്ച വചനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. ഹല്ലേലൂയ. ഈ തീമിനോട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് എനിക്ക് നൽകി തന്ന ആലോചന ഇതാണ്. ഈ വാക്യം കഴിഞ്ഞൊരു വർഷം ദൈവം എന്നെ പഠിപ്പിച്ച വാക്യം കൂടെയാണ്. എൻ്റെ ലൈഫിൽ ഈ വാക്യത്തിന് വളരെ സ്ഥാനമുണ്ട്. കാരണം നിങ്ങളിവിടെ ഇൻട്രൊഡക്ഷൻ, എന്നെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ കേട്ടപ്പോൾ നിങ്ങളൊക്കെ കേട്ടു. ഞാനൊരു പാസ്റ്ററുടെ മോളാണ്. ഞാൻ വളർന്നതേ ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമൊക്കെ പ്രാപിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ വിശ്വാസികളെ പോലെ, എല്ലാ പെന്തക്കോസ്തിലേക്ക് വന്ന ആൾക്കാരെ പോലെ തന്നെയാണ് ഞാനും ചിന്തിച്ചത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, ഇനി നേരെ എങ്ങോട്ട് പോയാൽ മതി? സ്വർഗത്തിലോട്ട് പോയാൽ മതി. അതുകൊണ്ട് ആ ചിന്തയിൽ ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് ദൈവദാസി പറഞ്ഞതുപോലെ 2018 ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലേക്ക് മൂവ് ചെയ്തു. ആ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ ഞാൻ പാർക്കുന്ന ഭവനത്തിൽ ഇരുത്തി ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതുവരെ വചനം കേട്ടല്ലേ വളർന്നെന്ന് ചോദിച്ചാൽ അതെ, വചനം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ കേട്ടത് എങ്ങനെ അനുഗ്രഹിക്കപ്പെടാം, എങ്ങനെ വിശ്വാസത്തിൽ ഉറയ്ക്കാം എന്നുള്ള വചനങ്ങളാണ്. അല്ലാത്തൊരു വചനം കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഏറ്റെടുക്കത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നാണ് പറയുന്നത്. ഏത് പ്രസംഗമാ? ഇപ്പം പറയാം, ഭാരം വിട്ടുകളയണം, പാപം വിട്ടുകളയണമെന്നൊരു പ്രസംഗം കേട്ടാൽ ഞാൻ പറയും, അതിന് ഞാൻ പാപം ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതെങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ പറയും, മറ്റുള്ളവരെ പോലെ ഞാൻ പാപം ചെയ്യുന്നില്ലല്ലോ. ഏതായി മറ്റുള്ളവർ? അവിശ്വാസികൾ. കാരണം ഞാൻ പെന്തക്കോസ്തിലാണല്ലോ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണല്ലോ, സ്നാനപ്പെട്ടതാണല്ലോ, അവരെ പോലെ ഒന്നും ഞാൻ പാപം ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേൾക്കുന്ന വചനമൊന്നും എനിക്ക് ബാധകം അല്ല. ഇങ്ങനെ ചിന്തിച്ചു പോയ ഒരാളായിരുന്നു ഞാൻ. അപ്പം ഞാൻ എന്നെ തന്നെ 2018 വരെ ദൈവാത്മാവ് എന്നോട് ഇടപെടുന്നിടം വരെ ഞാൻ എന്നെ മനസ്സിലാക്കിയത്, അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു കപട ഭക്തിക്കാരിയായിരുന്നു. കാരണം അതുവരെ നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്, എന്താണെന്നറിയോ? നമ്മൾ പറഞ്ഞു രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതാണ്. എനിക്ക് ആ ബോധ്യം ദൈവാത്മാവ് തരുന്നുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ദൈവം തരുന്ന ഒരു ഓപ്ഷനുണ്ട്, ചോയ്സ്. ചൂസ് ചെയ്യാം. ഒന്നെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാം, അല്ലെങ്കിൽ ജഡത്തെ അനുസരിക്കാം. കൂടുതൽ നമുക്കിഷ്ടം ജഡത്തെ അനുസരിക്കാനാണ്. കാരണം പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ നമ്മൾ തുറന്നൊരു മനസ്സോടെ ഇരുന്നാൽ നടക്കുന്ന കാര്യം, നമുക്കിഷ്ടമുള്ളത് പലത് നമ്മൾ വിട്ടുകളയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പലപ്പോഴും പരിശുദ്ധാത്മാവ് എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്ക് ബോധം വരുത്തുമ്പോൾ ഞാൻ പറയും, ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. കാരണം ചുറ്റും നമ്മൾ ഇന്ന് കാണുന്ന പലരും പലതും ചെയ്യുന്നത് നിങ്ങൾ കാണാറുണ്ടാവാം. പക്ഷേ ദൈവാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥമായി പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു ദൈവ പൈതലിനോട് പരിശുദ്ധാത്മാവ് ഹൃദ്യമായി സംസാരിച്ചിട്ട് പറയും, അവർ പോകുന്നത് പോലെ നിനക്ക് പോകാൻ പറ്റത്തില്ല.
എന്നാൽ അത് നമ്മൾ എപ്പോഴാണ് സമർപ്പിച്ചു കൊടുക്കുന്നത്, ആ സമർപ്പണത്തിലാണ് നമ്മുടെ യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. ഞാൻ അന്ന് ആ മുറിക്കുള്ളിലിരുന്ന് എൻ്റെ പഴയ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച നാൾ തൊട്ടുള്ള മുമ്പോട്ടുള്ള ജീവിതം നോക്കിയപ്പോൾ ആരംഭകാലത്തിൽ ഞാൻ ഈ പരിശുദ്ധാത്മാവിനോട് ഭയങ്കര സെൻസിറ്റീവായിരുന്നു. ചെയ്യരുതെന്ന് പറയുമ്പോൾ ചെയ്യത്തില്ലായിരുന്നു, ചെയ്യാൻ പറയുമ്പോൾ ചെയ്യും, പോകാൻ പറഞ്ഞാൽ പോകും. അങ്ങനെ അനുസരണയുള്ള ആളായിട്ട് നിന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് 15 വയസ്സിന് താഴെയുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് നഴ്സിംഗ് പഠനത്തിനൊക്കെ പോയപ്പോൾ കൂടെ പഠിക്കുന്നത് മൊത്തം പെന്തുക്കോസ് കുഞ്ഞുങ്ങളാണ്. പെന്തുക്കോസ് സ്ഥാപനത്തിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഞാൻ മാത്രം വ്യത്യസ്തയായും എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പം എനിക്ക് അതിനോട് താല്പര്യം വരാൻ തുടങ്ങി. അതായത് വേണ്ട എന്ന് വെച്ച പലതും മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാനും ഓർത്തു, ഇതൊന്നും കുഴപ്പമില്ല, എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കോംപ്രമൈസുകളൊക്കെ ആത്മീക ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങി മുന്നോട്ട് പോയപ്പോൾ എനിക്കറിയാതെ ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുവാണെന്ന്. എന്നാൽ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ടും തൻ്റെ രക്തം കൊണ്ട് എന്നെ വീണ്ടെടുത്തത് കൊണ്ടും ഇന്ന് നമ്മൾ ഇവിടെ പാട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞ 100 ആടുണ്ടായിരുന്നു. ഒന്ന് തെറ്റിപ്പോയപ്പോൾ അത് പോട്ടെന്ന് വെച്ച ഒരിടയനെ അല്ല നമ്മൾ സേവിക്കുന്നത്, സ്നേഹിക്കുന്നൊരിടയൻ. ആ ഇടയൻ എന്നോട് സ്നേഹമുള്ളതുകൊണ്ടും തൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തതുകൊണ്ടും എന്നെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാഞ്ഞതുകൊണ്ടും ആ സ്നേഹവാനായ ദൈവം എനിക്കൊരു സമയം വെച്ചിരുന്നു. അതിനുവേണ്ടി എന്നെ തനിയെ മരുഭൂമിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി എന്നോട് കൃത്യമായി സംസാരിപ്പാനിടയായി തീർന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം വന്നെന്ന് വരാം. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയിൽ ദൈവം നിങ്ങളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ബിസി ലൈഫ് എന്നാണ് നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തെ പറയുന്നല്ലേ. ഈ ബിസി ലൈഫിൽ പരിശുദ്ധാത്മാവിന് നമ്മളോട് സംസാരിക്കാനുള്ളത് കേൾക്കാൻ പലപ്പോഴും നമുക്ക് സമയമില്ല. ദൈവം നമ്മളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കാൻ നമുക്ക് സമയമില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് പോലും അതിൻ്റെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഫാദർ എന്നാ. ഞാനും എൻ്റെ ദൈവവും പിതാവുമായിട്ടുള്ള സംഭാഷണത്തെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കേ, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് 1 വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ. നമ്മൾ 1 മണിക്കൂർ ദൈവത്തോടെല്ലാം പറയും, എന്നിട്ട് നമ്മൾ എഴുന്നേറ്റ് പോരും. എന്നാൽ ദൈവം പറയുന്നത് കേൾക്കാൻ നമ്മൾ മനസ്സ് വെച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അതുവരെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവം കേൾക്കും. തിരിച്ച് ദൈവം പറയുന്നത് കേൾക്കാൻ പലപ്പോഴും ഞാൻ സമയം കണ്ടെത്തിയിരുന്നില്ല. ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. എന്തിന്? എൻ്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ബൈബിൾ വായിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ദൈവത്തിന് എന്നോട് വല്ലതും സംസാരിക്കാനുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ 2018 ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ കർത്താവ് എന്നോട് ചില കാര്യങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നു. അത് സംസാരിക്കാൻ ഞാൻ എങ്ങനെയാ ചെവി വെച്ചു കൊടുത്തെന്നറിയാമോ? എൻ്റെ ജീവിതത്തിൽ നമ്മൾ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, അവൻ മുമ്പും പിൻപും അടച്ചു, തൻ്റെ കൈ എൻ്റെ മേൽ ഭാരമാക്കി വെച്ചു. അങ്ങനത്തെ അവസ്ഥകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഇന്നോ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, ആ അവസ്ഥ എന്തിനെന്ന് ചോദിക്കുന്നെങ്കിൽ കർത്താവിന് നിങ്ങളോട് പറയാൻ ഒരു ഉത്തരമുണ്ട്. മോളെ, മോനെ, എനിക്ക് നിന്നോട് ഹൃദ്യമായി ചിലത് കൈമാറ്റം ചെയ്യാനുണ്ട്. ഹല്ലേലൂയ. അത് കേൾക്കാനുള്ള മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം. അത് കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കാൻ തയ്യാറായാൽ ജീവിതം ആകമാനം മാറാൻ തുടങ്ങും. എൻ്റെ ജീവിതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അവസ്ഥയിൽ വരാൻ കാരണം, അന്ന് കേട്ട ദൈവശബ്ദത്തിന് മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിച്ചു കൊടുത്തു. അന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ നയിക്കുന്ന ക്രിസ്തീയ ജീവിതം നിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് നീ ചെയ്യുന്നതെല്ലാം. നിങ്ങളെ അതിലേക്ക് പെട്ടെന്ന് ഞാനൊന്ന് കടത്താം. നിങ്ങളൊരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ചെയ്യും. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ആരാധനയ്ക്ക് പോകുന്നു, രാവിലെ എഴുന്നേറ്റു, നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഒരുങ്ങി നിങ്ങൾ ചർച്ചിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻ എന്താണെന്നറിയാമോ? ഇന്ന് പോയി ദൈവത്തെ ആരാധിക്കണം, ഇന്നത്തെ ആരാധന കൂടി വരണം. അങ്ങനെ നമ്മൾ ദൈവസന്നിധി പോയി ആരാധിച്ചു, പാട്ടുപാടി, പ്രസംഗം കേട്ടു, കർത്തൃമേശയൊക്കെ അനുഭവിച്ച് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോടൊന്ന് ചോദിക്കണം, ഇന്നത്തെ ആരാധന എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ 2-3 അഭിപ്രായങ്ങളുള്ളവർ കാണും. ഒരഭിപ്രായം, ഇന്നത്തെ ആരാധന വളരെ അനുഗ്രഹമായിരുന്നു, എന്ത് നല്ല പാട്ടുകളായിരുന്നു.
2, ഇന്നത്തെ പ്രസംഗം നല്ല സൂപ്പർ പ്രസംഗമായിരുന്നു. നമ്മൾ പറയുന്ന വാക്കുകളാണ്. എന്തുകൊണ്ട് പ്രസംഗം സൂപ്പറായിരുന്നു? അയ്യോ, ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു പോയ വിഷയത്തെ ദൈവാത്മാവ് എന്ത് ചെയ്തു? ഒന്ന് തൊട്ടു, എന്നെ ഒന്ന് ഉണർത്തി, അതുകൊണ്ട് നല്ലതായിരുന്നു. എല്ലാം ഇങ്ങോട്ട് ലഭിച്ചതെല്ലാം നല്ലതായിരുന്നു. എന്നാൽ ശരിക്കും ആരാധന എന്നാൽ എന്തുവാ? ഇങ്ങോട്ട് ലഭിക്കുന്നതാണോ? അല്ല, അങ്ങോട്ട് കൊടുക്കുന്നത് ആരാധന. അതായത് നമ്മുടെ വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. വിശുദ്ധ ആരാധനയിൽ കടന്നു ചെല്ലുമ്പോൾ ദൈവം പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാനാ. ചോദിക്കട്ടെ, ആരാധന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നതിന് മുമ്പ് എത്ര പേര് ദൈവത്തോട് ചോദിച്ചു, അപ്പാ ഇന്ന് ഞാൻ കഴിച്ച ആരാധന, എൻ്റെ പാട്ട്, എൻ്റെ പ്രാർത്ഥന, ഇന്ന് ഞാൻ വർഷിപ്പ് ലീഡ് ചെയ്തത്, ഇന്ന് ഞാൻ പ്രസംഗിച്ച പ്രസംഗം, അല്ലെങ്കിൽ എൻ്റെ സാക്ഷ്യം അങ്ങയ്ക്ക് പ്രസാദകരമായിരുന്നു എന്ന് എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? കാരണം നമുക്കത് ചോദിക്കാൻ തോന്നാറില്ല. കാരണം നമ്മുടെ ചിന്ത നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ദൈവത്തിന് പ്രസാദമാണെന്നാണ്. ഒരിക്കലും അല്ല. നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, ഞാൻ ഇന്ന് ചെയ്തത് അങ്ങയ്ക്ക് പ്രസാദമുള്ള കാര്യങ്ങളാണോ? എൻ്റെ പാട്ട് അങ്ങയ്ക്ക് പ്രസാദകരമായിരുന്നോ? എൻ്റെ വചനധ്യാനം അങ്ങയ്ക്ക് പ്രസാദകരമായിരുന്നോ? നമ്മുടെ പ്രാർത്ഥനയുടെ ശൈലി പോലും പിന്നെ മാറാൻ തുടങ്ങും. നേരത്തെയൊക്കെ എൻ്റെ പ്രാർത്ഥന 1 മണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മുറി നിറങ്ങി വരുമ്പോൾ ഒരു ഗമയുണ്ട്. എന്തോന്നറിയോ? എന്തോ ചെയ്തു, 1 മണിക്കൂർ പ്രാർത്ഥിച്ചു എന്നൊരു ഗമ. പരിശുദ്ധാത്മാ ഒരു ദിവസം പറഞ്ഞു, ശരിയാ, നിനക്ക് ആ ഗമ വരാൻ കാരണം എന്നാണെന്നറിയോ? നീ നിന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ സമയം നോക്കും. 1 മണിക്കൂറായെന്ന് തോന്നുമ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നറിയോ? 1 മണിക്കൂറൊക്കെ ഞാൻ പ്രാർത്ഥിച്ചോ? അതെങ്ങാനും 2 മണിക്കൂറായാൽ ഭയങ്കര സന്തോഷമാണ്. എന്തിന്? 2 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മോളെ, 1 മണിക്കൂർ പ്രാർത്ഥിച്ചോ 2 മണിക്കൂർ പ്രാർത്ഥിച്ചോ എന്നുള്ളതല്ല ഞാൻ നോക്കുന്നത്. ഞാൻ നോക്കുന്നത് നീ എൻ്റെ സന്നിധിയിൽ വന്നിരുന്നപ്പോൾ നിൻ്റെ ഹൃദയം എങ്ങനെയായിരുന്നെന്നാണ് ഞാൻ നോക്കുന്നത്. ദൈവം പ്രാർത്ഥന കേൾക്കാൻ ദൈവത്തിനൊരു വ്യവസ്ഥയുണ്ട് വിശുദ്ധ ബൈബിളിൽ. ഞാൻ ഈ വചനം പിന്നീട് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വിശുദ്ധ ബൈബിൾ അവസ്ഥയുടെ പുസ്തകമല്ല, വ്യവസ്ഥയുടെ പുസ്തകമാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അനുഗ്രഹങ്ങളുടെയും വാഗ്ദത്തങ്ങളുടെയും അടിയിൽ നിങ്ങൾ എല്ലാവരും അണ്ടർലൈൻ ചെയ്യാറുണ്ടല്ലേ? ഞാൻ നിന്നെ വാലല്ല തലയാക്കും, ഇല്ലേ? അണ്ടർലൈൻ ഉണ്ട്. ഞാൻ നിന്നെ ആകാശത്തിൽ വാഹനമേറ്റും, ഇല്ലേ? അണ്ടർലൈൻ ഉണ്ട്. എന്നാൽ വ്യവസ്ഥകളുടെ അടിയിൽ ആരെങ്കിലും അണ്ടർലൈൻ ചെയ്യാറുണ്ടോ? കുറവാ. കാരണം വ്യവസ്ഥ ഇഷ്ടപ്പെടുന്നവരല്ല നമ്മൾ. നമുക്ക് പെട്ടെന്ന് ദൈവം മറുപടികൾ തരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ദൈവം പറയുക, മറുപടി കിട്ടാൻ 1 സെക്കൻഡ് മതി, പക്ഷെ എനിക്ക് ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പാലിച്ചാൽ പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ മറുപടി നമുക്ക് ലഭിക്കാൻ ഇടയായിത്തീരും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഓരോ വ്യവസ്ഥകൾ പരിശുദ്ധാത്മാവിനോട് കൃത്യമായി ഇടപെട്ടു. അങ്ങനെ ഇടപെട്ട ഒരു വാക്യം ഇന്ന് ഞാൻ വായിച്ച കുറിവാക്യം, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നീ വിടണം. ഞാൻ ഇന്ന് ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, സിസ്റ്ററെ, ഞാൻ എൻ്റെ പാപമൊക്കെ കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതാണ്. നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സ്നാനപ്പെടുന്നതിന് മുമ്പ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തീർന്നു. നമ്മുടെ വിചാരം പിന്നെ അത് നമ്മളെ പിന്തുടരുന്നില്ലെന്നാ. എന്നാൽ നമ്മുടെ ജഡം ഈ ഭൂമിയിലുള്ളിടത്തോളം പല പാപങ്ങളും നമ്മൾ അറിയാതെ കിടക്കുന്നതുണ്ട്. ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറയാം. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ? ലിവിങ് റൂം, പിന്നെ സിറ്റ് ഔട്ട്, പിന്നെ എങ്ങാനും കഴിക്കാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡൈനിങ് റൂം. നിങ്ങളുടെ ബെഡ്റൂം നിങ്ങൾ ക്ലീൻ ചെയ്യുമോ? ക്ലീൻ ചെയ്യത്തില്ല. പക്ഷെ ക്ലീൻ ചെയ്യും. ഗസ്റ്റിൻ്റെ റൂം, നിങ്ങളുടെ റൂം നിങ്ങൾ ക്ലീൻ ചെയ്യാറില്ല. നിങ്ങളുടെ മക്കളുടെ റൂം നിങ്ങൾ ക്ലീൻ ചെയ്യാറില്ല. ആകെ ക്ലീൻ ചെയ്യുന്നത് ഗസ്റ്റിന് എവിടെയൊക്കെ ആക്സസ് ഉണ്ടോ അവിടെ മാത്രമേ ക്ലീൻ ചെയ്യാറുള്ളൂ. ലിവിങ് റൂമും ഗസ്റ്റ് റൂമും മാത്രം ക്ലീൻ ചെയ്ത് ഗസ്റ്റ് അവിടെ മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ പാസ്റ്റർ വരുന്നത് നിങ്ങൾക്കറിയാം, ഉറപ്പായിട്ട് ലിവിങ് റൂം മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? സോഫായുടെ മുകളിൽ കിടക്കുന്ന തുണികളെല്ലാം എടുത്ത് മാറ്റും, സോഫായുടെ ഫ്രണ്ട് ക്ലീൻ ചെയ്യും, കാർപ്പറ്റ് ക്ലീൻ ചെയ്യും. നിങ്ങൾ ആരെങ്കിലും സോഫ മാറ്റി അടി ക്ലീൻ ചെയ്യാറുണ്ടോ? ഇല്ല. സത്യമല്ലേ? ക്ലീൻ ചെയ്യാറില്ല. എന്തിനാ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ വിശുദ്ധ ജീവിതം നയിക്കുന്ന നമ്മുടെ ക്ലീനിങ്ങും
ശുദ്ധീകരണം. ഞായറാഴ്ച രാവിലെ ആലയത്തിലേക്ക് കടന്നു വന്നിട്ട് ഒരൊറ്റ പ്രാർത്ഥനയാ, കർത്താവേ, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ ഇടപാടുകളിലോ പ്രവർത്തനത്തിലോ നിരൂപണത്തിൽ നോട്ടം ചിന്ത ഭാവം കൊടുക്കൽ വാങ്ങലുകളിൽ വന്നതെല്ലാം എന്നോട് ക്ഷമിച്ച് അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം. ഇതിനെയാണ് ഈസി ക്ലീനിങ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താ, കാണുന്നിടം മാത്രം ക്ലീൻ ചെയ്തു. എവിടെയൊക്കെയാ? എന്നാൽ സോഫായുടെ അടിയിലും കർട്ടൻ്റെ പുറകിലും ജനലിൻ്റെ മൂലയിലും ഒക്കെ മറഞ്ഞു കിടക്കുന്നത് ചിലതുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാറില്ല. ഞാൻ പറഞ്ഞു വരുന്ന ആശയം, നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞു കിടക്കുന്ന പാപങ്ങളുണ്ട്. ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അപകടത്തിലേക്ക് നമ്മുടെ പോക്ക്. ഇത് നമ്മുടെ ഓട്ടത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാനിടയായിത്തീരും. അങ്ങനെയുള്ള 2 കാര്യങ്ങൾ ഇവിടെ എടുത്ത് ലേഖകൻ പറയുക. സകല ഭാരം മുറുകെ പറ്റുന്ന പാപം. ഈ മുറുകെ പറ്റുന്ന പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, അത് പെട്ടെന്ന് നിങ്ങളോടൊന്ന് പറയാം. പണ്ടൊക്കെ നാട്ടിൽ വെള്ളപ്പൊക്കങ്ങളൊക്കെ വരുമ്പം ഈ ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്ന സാധനങ്ങളൊക്കെ എടുക്കാൻ കരയിൽ കൂടെ നീന്തലറിയാവുന്നവരൊക്കെ നിൽക്കും. അപ്പം ഞാനിങ്ങനെ ഒരു ദേവദാസൻ പ്രസംഗിച്ച് കേട്ടിട്ടുള്ളതാ. അപ്പം അന്ന് തേങ്ങ ഒഴുകി വരും, വലിയ വലിയ തടികളൊക്കെ ഒഴുകി വരും. ഓടി ഓടി കഴിവുള്ളവരെന്ത് ചെയ്യും? അതൊക്കെ പിടിച്ച് ചാക്കിനകത്തൊക്കെ ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനാ. അതാരുടെയും ഇതെൻ്റെയാന്ന് എടുക്കരുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? വെള്ളപ്പൊക്കത്തിലാണ് ഒഴുകി വരുന്ന എല്ലാവരും എടുക്കാൻ ഓടുകയാണ്. ഈ ഓട്ടത്തിൽ ഒരു മനുഷ്യൻ നോക്കിയപ്പോൾ എന്തോ ഒരു വലിയ ഉരുണ്ട സാധനം ദാണ്ട് ഒഴുകി വരുന്നു. പുള്ളിക്ക് എന്തോ വലുത് കിട്ടിയെന്നോർത്ത് ചാടി കയറി സന്തോഷത്തിൽ ഇതിനെ കയറി എടുത്തു, പിടിച്ചു. അല്പം ഒഴുക്കിൽ ഒഴുകി മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കരയിൽ നിന്നവർ പറഞ്ഞു, ഇനി അങ്ങോട്ട് പോകരുത്, കുത്തൊഴുക്ക, നിനക്ക് നിയന്ത്രണം കിട്ടത്തില്ല, അതുകൊണ്ട് കരയിലോട്ട് വാ, അതിനെ വിട്ടേരെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം പറയാ, വിടണോന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഇപ്പം ഇതെന്നെ പിടിച്ചേക്കുവാ. നോക്കിയപ്പോഴാണ് മനസ്സിലായി അതൊരു കരടിയായിരുന്നു. അതായത് പിടിച്ചത് എന്തോ വലുതെന്ന് കണ്ട, പക്ഷെ പിടിച്ചും കുറച്ച് കഴിഞ്ഞ് ഒഴുക്കിപ്പെട്ട് മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വിടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം ഇതെന്നെ വിടുന്നില്ല. ഇതിന് പറയുന്ന പേരാ മുറുകെ പറ്റുന്ന പാപം. എനിക്ക് ആഗ്രഹമുണ്ട് വിടണമെന്ന്, പക്ഷെ ഇപ്പോൾ എന്ത് കഴിഞ്ഞു? സമയം കഴിഞ്ഞു പോയി, ഇപ്പം അതെന്നെ വിട്ടു പോകുന്നില്ല. ഇങ്ങനെയുള്ള ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ ഒരു പാപമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓട്ടത്തെ കുറയ്ക്കുന്ന, സ്പീഡിനെ കുറയ്ക്കുന്ന, ലക്ഷ്യത്തിൽ നിന്ന് തെറ്റുന്ന ഒരു പാപം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്നൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്തുകൾ ഞാൻ അനുഭവിച്ചു. അതിൻ്റെ തിക്താനുഭവങ്ങൾ എത്ര ഭയാനകമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇത് വിട്ട് കളഞ്ഞില്ലെങ്കിൽ നിന്റെ നിത്യതയ്ക്ക് ഇത് തടസ്സമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ കവിണ് വീണ് കരഞ്ഞ് യഥാസ്ഥാനപ്പെട്ട് ദൈവം പറഞ്ഞ വ്യവസ്ഥയിലേക്ക് മടങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ, അനേക നാൾ ബന്ധിക്കപ്പെട്ട് കിടന്ന ഒരു പക്ഷിയെ റിലീസ് ചെയ്യുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ ഒരു പുത്തൻ അനുഭവം ഹല്ലേലൂയ എൻ്റെ ലൈഫിലുണ്ടായി. ആ അനുഭവത്തിന് ശേഷമാണ് കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുവാനിടയായി തീർന്നത്. ഇന്ന് ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി ഇന്ന് രാവിലെയും ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ക്യാമ്പിന് വന്ന അനേക വ്യക്തികൾ ഈ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിങ്ങളുടെ നിത്യത നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ പാപം മറ്റൊന്നുമല്ല, അൺഫോർഗിവ്നെസ്, ക്ഷമിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ. ഇതൊരു പാപമായി ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ടോ? ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു പാപമാണോ? നിങ്ങളോടത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം. ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. നമുക്ക് പാപങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞാൽ നമ്മൾ പറയും ചെറിയ പാപം വലിയ പാപം. ഞാൻ പെന്തക്കോസ്ത് സഭകളിൽ തന്നെ അനേകർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വചനം പഠിച്ചപ്പോൾ അങ്ങനെ ഒരു വാക്കേ ബൈബിളിലില്ല. വലിയ പാപം, ചെറിയ പാപം. അങ്ങനെയായിരുന്നു നമുക്കൊക്കെ മോഷ്ടാക്കളാകായിരുന്നല്ലോ. 1 രൂപ കട്ടവനെയും കള്ളൻ എന്നാ വിളിക്കുന്നത്, 100 കോടി കട്ടവനെയും കള്ളൻ എന്നല്ലേ നമ്മൾ വിളിക്കുന്നേ? ഇല്ലേ? ഒരു നുണ പറഞ്ഞവനെ നുണയെന്ന് വിളിക്കുന്നതും ജീവിതം മൊത്തം നുണ പറയുന്നവനെ നുണയെന്നല്ലേ നമ്മൾ വിളിക്കുന്നത്? കർത്താവിൻ്റെ സ്കെയിലിൽ, കർത്താവിൻ്റെ മെഷർമെൻറ്റിൽ, കർത്താവ് കാണുന്ന കാഴ്ചയിൽ വലിപ്പ ചെറുപ്പമില്ല. പാപത്തെ പാപമെന്നാണ് വചനം സംബോധന ചെയ്യുന്നത്.
എന്നാൽ എവിടെയാണ് നമ്മൾ അതിനെ കുറയ്ക്കുന്നതെന്നറിയോ? നമ്മുടെ ഒരു വേദമുണ്ട്, നമുക്കൊരു ന്യായപ്രമാണമുണ്ട്. ഞാൻ പലപ്പോഴും പറയും, നമുക്ക് നമ്മുടേതായ ഒരു ന്യായപ്രമാണമുണ്ട്. അത് ദൈവം തന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഏതാ ന്യായപ്രമാണം? അയ്യോ, നുണ പറഞ്ഞതോ, അത് സാരമില്ല, അത് ആ ബ്രദറിൻ്റെ ഒരു ബലഹീനതയാണ്. 1 രൂപയെ കട്ടുള്ളോ, സാരമില്ല, അതൊക്കെ പോട്ടെ, ക്ഷമിക്കണം. ആ ക്ഷമയുടെ കാര്യമല്ല പറഞ്ഞേ. പാപത്തെ ലഘൂകരിച്ച് കാണരുത് കേട്ടോ. സാരമില്ലെന്നോർത്ത് ലഘൂകരിക്കുമ്പോൾ നമ്മുടെ പാപത്തിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഇത് നാളെ നിന്റെ ഭാരം. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊക്കെ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന ഒരു കഥ കേട്ടോ കണ്ടോ കാണും. ഇന്നത് യൂട്യൂബിൽ അതിൻ്റെ പുതിയ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്നത് കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ബുക്ക് വായിക്കാത്തവർ ഉറപ്പായും അതൊന്ന് വായിക്കണം. ഞാൻ UK പോയ സമയത്ത് ആ പരദേശി മോക്ഷയാത്ര എഴുതിയ ആളുടെ ആ സ്ഥലമൊക്കെ ഒന്ന് പോയി കാണാനിടയായിത്തീർന്നു. അവിടെ പോയപ്പോഴാണ് എനിക്ക് അദ്ദേഹം എങ്ങനെയാണ് രക്ഷയിലേക്ക് വന്നതെന്നൊക്കെ അവിടെ എഴുതി വെച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ദൈവം അദ്ദേഹത്തിന് കൊടുത്ത വെളിപ്പാടായിരുന്നു ഈ പരദേശി മോക്ഷയാത്ര. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധി വരും. നമ്മുടെ വിചാരം ആ പഴയ പാപം കളഞ്ഞു, യെസ്, വിട്ടു. എന്നാൽ നമുക്ക് വീണ്ടും ഒരു ബാഗ് ഉണ്ട്. അതെന്തിനാണെന്നറിയോ? മുമ്പിലുള്ള ലാക്കിലേക്ക് ഓടേണ്ടതിന് ചെറുതൊക്കെ പുറകിൽ എന്ത് ചെയ്യണം? എറിഞ്ഞു കളയുമ്പോൾ നമുക്ക് മുമ്പിലോട്ടുള്ള ഓട്ടം ഓടി തീർക്കാൻ പറ്റും. എന്നാൽ ഓടി തീർക്കാൻ പറ്റാതെ ഈ ഭാരം കൂടിയാൽ, നമ്മൾ അതിനെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ഓട്ടത്തിൽ നമ്മൾ വീണു പോകുവാനിടയായിത്തീരും. എന്താണ് ഈ അൺഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വലിയ ദോഷങ്ങൾ? ഞാൻ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുക. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ആ പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മൾ അതിനെ ലഘൂകരിച്ചാണ് കാണുന്നത്. നമ്മളിപ്പോൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാറില്ലല്ലോ, സമുദായത്തിലല്ലേ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുള്ളൂ, അല്ലേ? ഏതാ പ്രാർത്ഥന? സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലി വരുമ്പോൾ അതിലൊരു പ്രാർത്ഥനയുടെ വാചകമുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ഞാൻ തുറന്നു പറയുക, ഞാൻ 4 വയസ്സുള്ളപ്പോൾ ആ പ്രാർത്ഥന പഠിച്ചതാണ്. കാരണം ഞാനൊരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്, ചേപ്പുംപാറയിലുള്ള ക്ലൂണി കോൺവെന്റ്. ആ സ്കൂളിൽ ഞങ്ങൾ കയറുമ്പോൾ ആദ്യം ഞങ്ങളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ആ പ്രാർത്ഥന കാണാതെ അറിയാം. എന്നാൽ ജീവിതത്തിൽ അന്ന് വരെ ഞാൻ ആ പ്രാർത്ഥനയുടെ ഓരോ വാക്കും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് ആദ്യമായി ഞാൻ ആ പ്രാർത്ഥന വായിക്കുന്നത് പോലെ 2018 വായിച്ചപ്പോൾ അതിനകത്ത് ഞാൻ അതുവരെ കാണാത്തൊരു വാക്ക് കണ്ടു. ഏതെന്നറിയോ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ആ വാക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമ്മൾ ആ പ്രാർത്ഥന നിങ്ങളൊക്കെ സമുദായത്തിലായിരുന്നപ്പോൾ ചൊല്ലിയിട്ടുണ്ടാവും. എങ്ങനെയാണ് നമ്മൾ ചൊല്ലി പോകുന്നത്? എന്തോ സ്പീഡാണെന്നറിയാമോ? അതിൻ്റെ വാക്കുകളൊന്നും അർത്ഥം പോലും അറിയത്തില്ല. ഒറ്റ ചൊല്ലാം, എത്ര വേണേലും ചൊല്ലാം, അതിങ്ങനെ ചൊല്ലുക. പക്ഷെ അവിടെ ഒരു വാക്കുണ്ട്, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് നമ്മൾ നോക്കുമ്പോൾ അതൊരു അപേക്ഷയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവാം. ഏതാ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ശരി, ഒരു അപേക്ഷയാ. പക്ഷെ ആക്ച്വലി അതൊരു കണ്ടീഷണൽ അപേക്ഷയാണ്. എന്താ ഈ കണ്ടീഷണൽ അപേക്ഷ? ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുള്ള അപേക്ഷയാണ്. നമ്മൾ ദൈവത്തോട് പറയുക, ദൈവമേ, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് പോലെ അങ്ങ് എന്നോട് ക്ഷമിച്ചാൽ മതി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കടക്കാരോട് ഞാൻ എങ്ങനെ ക്ഷമിക്കുന്നോ അതുപോലെ അങ്ങ് എന്നോട് ക്ഷമിച്ചാൽ മതി. അത് അപേക്ഷയായിട്ട് നമ്മൾ അങ്ങ് പ്രസന്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചോദ്യം, നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നു? 2 രീതിയിലുള്ള ക്ഷമയുണ്ട്. വാക്കാലുള്ള ക്ഷമയുണ്ട്, ഹൃദയത്തിൽ നിന്നുള്ള ക്ഷമയുണ്ട്. ഏറ്റവും കൂടുതൽ ഇന്ന് നടക്കുന്നത് വാക്കാലുള്ള ക്ഷമയാണ്. എന്ന് വെച്ചാൽ എന്താ? ഉദാഹരണം ഞാൻ പറയാം. ഞാനും ഒരു വ്യക്തിയും തമ്മിൽ വഴക്കുണ്ടായെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം, അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ. നിങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരെയൊക്കെ നിങ്ങൾ ചിന്തിച്ചോ? ഇന്ന് ഈ മെസ്സേജ് പറയുമ്പോൾ എനിക്കറിയാം ചിലരുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തുന്ന ദിവസമായി ഇന്ന് ഈ രാവിലെ സമയം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചിലരുടെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ പോകും. ഹല്ലേലൂയ. അത് അമ്മായിമ്മയാകാം, അമ്മായിയപ്പനാകാം, നാത്തൂനാവാം, ഹല്ലേലൂയ, അളിയനാവാം, സഹോദരനാവാം, പാസ്റ്ററാവാം, സഹവിശ്വാസികളാകാം, സഹശുശ്രൂഷകരാകാം, ആരുമാകാം, കൂട്ടുകാരാകാം, ജോലിക്കാരാകാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യം വരുത്തും ആരോടൊക്കെ നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലെന്ന്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ഞാനും ഒരു സിസ്റ്ററും തമ്മിൽ വഴക്കുണ്ടായാൽ സംസാരിച്ചു,
ആ ദൈവദാസി അല്ലെങ്കിൽ ആ സഹോദരി ദൈവാത്മാവിൽ നയിക്കപ്പെടുന്നതായോണ്ട് ആ ദൈവദാസി എൻ്റെ അടുക്ക വന്ന് പറഞ്ഞു, അക്സ, കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിലുണ്ടായ ആ വാക്ക് തർക്കത്തിൽ എനിക്ക് അക്സയുടെ ചില വാക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നോട് അക്സ ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരി ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട്. ചിലർക്ക് ക്ഷമ പോലും പറയാൻ ഇഷ്ടമല്ല. അതെനിക്ക് കാരണമുണ്ട്. ഞാൻ പറഞ്ഞതിന് എൻ്റെതായ കാരണം. അങ്ങനെ ക്ഷമ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ലെന്ന് നമ്മൾ ചിലപ്പോൾ പറയാം. ക്ഷമയോ എന്തിന്? എന്നോടെന്താ കാണിച്ചെന്നറിയാവോ എന്നുള്ള ചിന്തയും നമുക്കുണ്ടാവാം. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ക്ഷമ ചോദിച്ചു. ഇനി ക്ഷമ കൊടുക്കേണ്ടത് ഞാനാ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ സഹോദരിയുടെ ഭാഗം കഴിഞ്ഞു. സഹോദരി ക്ഷമ ചോദിച്ചു. ഇനി രണ്ട് രീതിയിൽ എനിക്ക് ക്ഷമ കൊടുക്കാം. ആദ്യത്തെ ക്ഷമ, അയ്യോ ഞാനത് അപ്പോഴേ വിട്ടുകളഞ്ഞു. നമ്മളൊക്കെ പറയുന്ന വാക്കാ അല്ലേ? അത് ഞാൻ അപ്പോഴേ വിട്ടുകളഞ്ഞു. എവിടുന്ന് വിട്ടുകളഞ്ഞു അറിയില്ലല്ലേ? വിട്ടുകളഞ്ഞെന്നുള്ളത് വാക്കാൽ നടന്നു. ഇനി രണ്ട്, ദൈവം നോക്കുന്നത് എന്താ? നമ്മുടെ ഹൃദയത്തെയാ. ഹൃദയം കൊണ്ട് വിട്ടുകൊടുത്തോ, വിട്ടുകളഞ്ഞോ, ക്ഷമ കൊടുത്തോ? എങ്ങനെ അറിയാം? നാളെ ഞാൻ ആ സിസ്റ്ററുടെ ഒരു ഫോൺ കോൾ കാണുക, അല്ലെങ്കിൽ എൻ്റെ ഫോണെ കാണുന്നു, അല്ലെങ്കിൽ സിസ്റ്ററെ ക്യാമ്പിൽ വെച്ച് കാണുന്നു. സിസ്റ്റർ അതുവഴി വരുമ്പോൾ ഞാൻ ക്ഷമ കൊടുത്ത വ്യക്തിയാണെങ്കിൽ, സിസ്റ്റർ ചോദിച്ചു എന്നോട് ക്ഷമ, ഞാൻ 100% ക്ഷമ കൊടുത്തെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് കൈ കൊടുത്ത് പ്രൈസ്തലോട് കൊടുത്തൊരു ഹഗ്ഗൊക്കെ കൊടുക്കും. 100% ക്ഷമ കൊടുത്തിട്ടില്ലെന്നുള്ളതിൻ്റെ തെളിവ് എന്നാണെന്നറിയോ? സിസ്റ്റർ ഇതുവഴി വരുമ്പോൾ ഞാൻ അതുവഴി പോവും. എങ്ങാനും എൻ്റെ അടുക്കല സീറ്റെങ്കിലോ ഞാൻ പറയും, മറ്റൊരു സിസ്റ്ററോട് പറയും, ഒന്ന് ഇവിടെ ഇരിക്കാവോ, എനിക്ക് ഇവിടെ ഇരുന്നിട്ടേ കാറ്റ് കിട്ടുന്നില്ല, ഞാൻ അപ്പുറത്തോട്ടൊന്ന് മാറിയിരിക്കാം. എന്തുകൊണ്ടാ? ഇഷ്ടമില്ലാത്ത ഒരാളാണ് അടുത്ത് വന്നിരിക്കുന്നത്. അപ്പൊ കർത്താവ് ചോദിക്കുക, മോളെ അപ്പം നീ ക്ഷമ കൊടുത്തെന്ന് പറഞ്ഞതോ? കർത്താവേ, ഞാൻ ക്ഷമ കൊടുത്തു, പക്ഷെ പഴയതൊന്നും മറക്കാൻ എന്നോട് പറയരുത്. ഇനി വിശുദ്ധ വേദപുസ്തകത്തിൽ എന്താണ് ക്ഷമയുടെ വ്യവസ്ഥ? നമുക്കതിലേക്കൊന്ന് കടക്കാം. മത്തായി 6:14-15 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പൊ ഞാൻ ക്ഷമിക്കുന്നത് പോലെയാ ദൈവം എനിക്ക് ക്ഷമ തരുന്നത്. അടുത്തൊരു വാക്യം മത്തായി 18:35, നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട്, ആ വാക്യം അറിയാമോ? അടുത്ത വാക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. വിശുദ്ധ വേദപുസ്തകത്തിലെ വ്യവസ്ഥ ഇതാണ്. എന്താണ് ആ വ്യവസ്ഥ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവം എന്ന് വെച്ചാൽ 100% ആ വ്യക്തിക്ക് ക്ഷമ കൊടുത്താൽ ദൈവവും നിങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കും. അപ്പൊ എൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുകയാ, നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് നമ്മളോടും എങ്ങനെ ക്ഷമിക്കുന്നില്ല? ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ല. അപ്പൊ ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കാത്തിടത്തോളം, ദൈവം നമുക്ക് ക്ഷമ തരാത്തോളത്തോളം, എൻ്റെ ചോദ്യം, നമ്മൾ എന്തും മാനദണ്ഡത്തിലാ കർത്തൃമേശയിൽ നിന്ന് കൈ നീട്ടുന്നത്? നമ്മൾ എന്തു മാനദണ്ഡത്തിലാ ചർച്ചിൽ വന്നിരുന്ന് കർത്താവേ എന്നെ ശുദ്ധീകരിച്ചു എന്ന് വിശ്വസിക്കുന്നത്? എനിക്ക് കർത്താവ് ശുദ്ധീകരണം തന്നോന്ന് എങ്ങനെ അറിയുന്നത്? വിശുദ്ധ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിന് തൊട്ടു മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാനൊന്ന് പ്രാർത്ഥിച്ച് കേൾപ്പിച്ചല്ലോ. കർത്താവേ, കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ വാക്കില് പ്രവൃത്തിയില് സംസാരം, ഇത് നമുക്കൊരു പെന്തക്കോസ്ത് സ്റ്റൈലായി മാറി ശുദ്ധീകരണ പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം അല്ലേ? നല്ല പ്രാസം ഒപ്പിച്ചുള്ള പ്രാർത്ഥനയാ. എന്തുവാ? എൻ്റെ വാക്കില് പ്രവൃത്തിയില് സംസാരത്തിൽ ഇടപാടുകൾ, അതൊരു പ്രാസവാ. പ്രാർത്ഥിച്ച് പഠിച്ചു പോയി. ഇപ്പൊ നമ്മളത് ശീലമാക്കിയപ്പോൾ എൻ്റെ ചോദ്യം, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് തന്നെ ദൈവാത്മാവ് ഇടപെട്ടൊരു കാര്യം, നീ പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണം, ശുദ്ധീകരിക്കണം, യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പം വന്നു, ഞാൻ എടുത്ത് കഴിച്ചു, വീഞ്ഞ് ഞാൻ കുടിച്ചു. എൻ്റെ ചോദ്യം, ഞാൻ എൻ്റെ അപ്പൻ്റെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്തോ? അപ്പൻ എന്നെ ശുദ്ധീകരിച്ചോ എന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഒരാൾക്ക് തുണി കഴുകാൻ കൊടുത്ത തുണി കഴുകിയോ ഇല്ലയോ എന്ന് എങ്ങനെ ഉറപ്പ് വരുത്തതില്ലേ? അതോ കൊടുത്ത ബാഗോടെ തിരിച്ചു മേടിച്ചുകൊണ്ട് വരുമോ? അവിടെ നിന്ന് തന്നെ തുറന്നു നോക്കൂ അല്ലേ? ഞാൻ കൊടുത്ത തുണി അല്ലെങ്കിൽ ഷർട്ട് കഴുകി ഡ്രൈ ക്ലീൻ ചെയ്ത് അവർ തേച്ച് തന്നിട്ടുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തുന്നത് പോലെ നമ്മുടെ ആത്മീക മനുഷ്യൻ, നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ ചെന്ന് നമ്മൾ ക്ഷമ ചോദിക്കുമ്പോൾ ദൈവം ക്ഷമിച്ചോ ഇല്ലയോ എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്താറുണ്ടോ? നിങ്ങളോട് തന്നെ ചോദ്യം, ഞാൻ ഉറപ്പ് വരുത്താറുണ്ടോ? ഇല്ല. 90%
വിശ്വാസികൾ ഉറപ്പ് വരുത്താറില്ല. നമ്മുടെ വിശ്വാസത്താല, നീതീകരണ വിശ്വാസത്താല നമ്മൾ വിശ്വസിക്കുക കർത്താവ് ക്ഷമിച്ചെന്ന്. വിശ്വസിക്കണം, ഉറപ്പായിട്ടും വിശ്വസിക്കണം, ഞാൻ അതിനെതിരല്ല. പക്ഷെ ഞാൻ പറയുന്നത് എങ്ങനെയാ വിശ്വസിക്കേണ്ടത്? എനിക്കെങ്ങനെ ഉറപ്പ് വരും കർത്താവ് എന്നോട് ക്ഷമിച്ചെന്ന്? ആ ആഴ്ചയിലെ വാക്കില്, പ്രവൃത്തിയില്, സംസാരത്തിൽ, ഇടപാടുകളിൽ നിന്ന് ഞാൻ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് 100% അറിയാമല്ലോ ഈ ഒരാഴ്ച ഞാൻ ആരോടൊക്കെ വഴക്ക് പിടിച്ചെന്ന്. രാവിലെ ആരാധനയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ആരോടെങ്കിലും വഴക്ക് പിടിച്ചോ എന്ന് എനിക്കറിയില്ലേ? നമുക്ക് ഓർമ്മ ദൈവം തന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം വെറുതെ പ്രാർത്ഥിക്കാനുള്ളതാണോ വാക്കിൽ, പ്രവൃത്തിയിൽ വന്നത് എന്നോട് ക്ഷമിക്കണേന്നല്ല. യഥാർത്ഥ റിപ്പൻറ്റൻസ് പ്രെയർ എന്താണെന്നറിയാമോ? കർത്താവേ, കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ന വ്യക്തിയോട് എൻ്റെ വാക്കുകൊണ്ട് ഞാൻ മുറിവേൽപ്പിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, അത് അങ്ങ് എന്നോട് ക്ഷമിക്കണം. അതാണ് റിപ്പൻറ്റൻസ് പ്രെയർ. അല്ലാതെ ഒറ്റ വാക്കി ചുരുക്കുന്നതല്ല. കഴിഞ്ഞ ആഴ്ച ഇനി കർത്താവ് കണ്ടുപിടിക്കണം ആരോടൊക്കെ വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലും പ്രശ്നം വന്നെന്നല്ല. തെറ്റ് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതാ റിപ്പൻറ്റൻസ് പ്രെയർ, മാനസാന്തരത്തിന്റെ പ്രാർത്ഥന, ശുദ്ധീകരണത്തിന്റെ പ്രാർത്ഥന. നമ്മൾ എത്ര പേർ ആരാധനയ്ക്ക് വരുന്നതിന് മുമ്പ് ശുദ്ധീകരണ പ്രാർത്ഥനയിൽ ഇരുന്ന് ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ആലയത്തിൽ വരുന്നതിന് മുമ്പ് ഇരുന്ന് ചിന്തിക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്നിന്ന വ്യക്തികളോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട്, ഇന്നിന്ന വ്യക്തികളുമായിട്ട് വഴക്ക് പിടിച്ചിട്ടുണ്ട്, ഇന്നിന്ന വ്യക്തികളോട് എൻ്റെ വാക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ദൈവമേ, ഞാൻ പറഞ്ഞ ആ വാക്കുകൾ തെറ്റായിപ്പോയി. ഒരു ദൈവ പൈതലായ ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരു ദൈവ പൈതലായ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. എൻ്റെ ചിന്ത കൊണ്ട് ഞാൻ പാപം ചെയ്ത് കർത്താവേ, ഞാൻ ചെയ്തത് തെറ്റാ, എന്നോട് ക്ഷമിക്കണമേ. അപ്പോൾ ദൈവം പറയുക, ഞാൻ ക്ഷമിക്കാം, പക്ഷെ ആദ്യത്തെ കണ്ടീഷൻ, നീ ക്ഷമിച്ചോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരിക്കും ദൈവമല്ല ആദ്യം ക്ഷമ തരേണ്ടത്. ഈ പ്രാർത്ഥന ഇവിടെ വചനത്തിൽ പറയുക, നിങ്ങൾ ഓരോരുത്തരും തൻ്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചാൽ ഞാനും ക്ഷമിക്കുന്നു. അപ്പൊ ആദ്യം ആരാ ക്ഷമിക്കണ്ടേ? മനുഷ്യരാ നമ്മളോട് ആദ്യം ക്ഷമിക്കേണ്ടത്. എന്നാൽ നമ്മൾ ഈ ന്യായപ്രമാണത്തെ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി. നമ്മൾ ചിന്തിക്കുന്ന എന്നാ, ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനും ദൈവവുമായിട്ട് തീർത്തോളാം, ഞാനും ദൈവവും അടുത്ത ബന്ധവാ, മനുഷ്യരുടെ മുമ്പിലൊന്നും ക്ഷമ ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. അല്ല സിസ്റ്ററെ, ബ്രദറെ, നിങ്ങൾ തമ്മിൽ വഴക്ക്, അത് ഞാനും ദൈവമായിട്ട് തീർത്തോളാം, ദൈവത്തിന് എൻ്റെ അവസ്ഥ അറിയാം. നമ്മുടെ ചിന്ത ഏതാ? പക്ഷെ ദൈവം പറയുക, അവസ്ഥയിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് മോനെ, മോളെ, എനിക്കൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ ദൈവം തെറ്റിച്ചാൽ ദൈവം എങ്ങനെയാ നീതിമാനായ ന്യായാധിപതിയാകുന്നത്? എന്താ നീതിമാനായ ന്യായാധിപതിയുടെ, നീതിമാനായ ദൈവത്തിന്റെ കണ്ടീഷൻ എന്താ? മക്കളെ, നിങ്ങൾ ക്ഷമിച്ചാൽ ഞാനും ക്ഷമിക്കാം. അതായത് ഞാൻ എൻ്റെ സഹോദരിയോട് ക്ഷമ കൊടുക്കാതെ ദൈവസന്നിധി വന്ന് മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം പറയുക, ഞാനും ക്ഷമിക്കുന്നില്ല. ഉദാഹരണം, 10% ഞാൻ ക്ഷമിച്ചിട്ടുള്ളെങ്കിൽ, ഞാൻ ശുദ്ധീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോൾ ദൈവത്തോട് പറയാം, കർത്താവ് എൻ്റെ പാപം അങ്ങ് ക്ഷമിച്ചേക്കണേ. അപ്പൊ ദൈവം പറയാം, മോളെ, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേ, ഞാൻ നോക്കട്ടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീ എത്ര പേർക്ക് ക്ഷമ കൊടുത്തെന്ന് നോക്കട്ടെ. അപ്പോൾ ലിസ്റ്റ് തുറന്നു, ബുക്ക് തുറന്നു. നമ്മൾ ചെയ്യുന്നതെല്ലാം രേഖപ്പെടുത്തുന്ന ഒരു ബുക്കുണ്ട് കേട്ടോ സ്വർഗത്തില്. ആ പുസ്തകം അങ്ങോട്ട് തുറന്നപ്പോൾ അക്സ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്നയാൾക്ക് 10% ക്ഷമ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ദൈവം പറയാൻ വരുവാ, ഞാനും നിനക്ക് എത്ര ശതമാനം തരുന്നേ? 10%. പക്ഷെ നമുക്കത് കേൾക്കാൻ സമയമില്ലല്ലോ. അപ്പോഴത്തേന് കർത്താവിന്റെ ദാസൻ അപ്പമായിട്ട് വന്നല്ലോ ഫ്രണ്ടില്, ഇല്ലേ? നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചാടി ആമേൻ പറഞ്ഞ് വിശ്വാസത്താൽ അപ്പം എടുത്ത് വീഞ്ഞും കുടിച്ചു. അപ്പൊ ദൈവം മോളിരുന്ന് പറയും, എടുക്കല്ലേ, ഞാൻ ക്ഷമ തന്നിട്ടില്ല, ഉറപ്പ് കിട്ടിയോ? ഇത് ഹേതുവായി നിങ്ങളിൽ പലരും രോഗികളും നിങ്ങളിൽ അനേകരും നിദ്ര കൊള്ളുകയാ. ദൈവമക്കളെ, എന്നെ ദൈവാത്മാവ് ഇരുത്തി പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലായി, ഞാൻ വ്യവസ്ഥയില്ലാതെ പലവട്ടം കർത്തൃമേശ എടുത്തിട്ടുണ്ട്. എങ്ങനെ പറയാം? ഞാൻ ക്ഷമ ചോദിക്കാൻ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ആളാണ് ഞാൻ. അതായത് ഞാൻ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ പറയാൻ കർത്താവ് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അത് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ വിചാരം, ഞാൻ ദൈവത്തിൻ്റെ അടുത്തയാളാ, ക്ഷമ ആരോട് വേണേലും ഞാൻ ചോദിക്കും. പക്ഷെ ദൈവം എന്നോട് ഒരു ദിവസം പറഞ്ഞു, മോളെ, ക്ഷമ ചോദിക്കുന്ന കാര്യത്തിൽ നീ ഫസ്റ്റിലാ, പക്ഷെ ക്ഷമ കൊടുക്കുന്ന കാര്യത്തിൽ നീ പുറകിലാ. ഞാൻ പറഞ്ഞു, അതെങ്ങനാ? ഞാൻ എല്ലാവരോടും ക്ഷമിച്ചിട്ടുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, ഞാൻ ഓരോരുത്തരുടെ പേര് പറയാം, അപ്പൊ ക്ഷമ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിനക്ക് തന്നെ മനസ്സിലാവും. പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥനാ മുറിയിൽ പായയിലിരുന്നപ്പോൾ കർത്താവ് ഓരോരുത്തരുടെ പേര് എൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഒന്ന് കടത്തി വിട്ടു.
എൻ്റെ കുടുംബക്കാരുടെയും അല്ലേ കൂട്ടുകാരുടെയൊക്കെ പേര് കടത്തി വിട്ടപ്പോൾ ചിലരുടെ പേരങ്ങോട്ട് വരുമ്പം അസ്വസ്ഥമാണ്, അവിടെ അങ്ങോട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു അവരുടെ പേരങ്ങ് വിട്ടേര് കർത്താവ്, അവരുടെ കാര്യം എന്നോട് നീ പറയണ്ട. അത് ക്ഷമയൊക്കെ കൊടുത്ത വിഷയം, വിട്ടേര്. അപ്പൊ കർത്താവ് ചോദിച്ചു അതെന്താ? ഹൃദയപൂർവ്വം ക്ഷമിച്ചെങ്കിൽ ഹൃദയപൂർവ്വം അവരെ ഉൾക്കൊള്ളുന്നതിന് എന്താ ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ പറഞ്ഞു ക്ഷമ കൊടുത്തു, പക്ഷെ ഉൾക്കൊള്ളാൻ പറയരുത്. എന്നിട്ട് ഞാൻ കർത്താവിനോട് പരാതി പറയാ, കർത്താവെ അങ്ങയ്ക്കറിയാവോ അവരെന്നോട് അങ്ങനെ പറഞ്ഞു, അവരെന്നോട് ഇങ്ങനെ ചെയ്തു. ആരെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണോ ഇങ്ങനെ? എന്നെ ആ വാക്കുകൊണ്ട് മുറിപ്പെടുത്തി, ഈ വാക്കുകൊണ്ട് മുറിപ്പെടുത്തി എന്ന് പറഞ്ഞ് ദൈവത്തോട് ലിസ്റ്റ് കൊടുത്തപ്പോൾ അടുത്തൊരു വാക്യം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. കൊലോസ്യർ 3:13. ആ വാക്യം ഒന്ന് വായിച്ചു തരണമേ. കൊലോസ്യർ 3:13. കൊലോസ്യർ 3:13. ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. മതി. ഈ വാക്യം പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് വായിപ്പിക്കുക. എന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ക്ഷമിച്ചതുപോലെ നീ ക്ഷമിക്കണം. എനിക്കാകെ അറിയാവുന്ന കർത്താവിന്റെ ക്ഷമ ഏതാണെന്നറിയാമോ? ക്രൂശിൽ കർത്താവ് ക്ഷമിച്ചതാ. ആരുടെ പാപം? എൻ്റെ പാപം. എൻ്റെ കർത്താവ് എൻ്റെ പാപം എല്ലാം എനിക്ക് ക്ഷമിച്ചു തന്നു. ആ ക്ഷമ എനിക്കറിയത്തുള്ളൂ. കർത്താവ് പറഞ്ഞ അല്ലല്ലല്ല, ക്രൂശിലെ ക്ഷമ അവിടെ നിൽക്കട്ടെ. ഞാൻ മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഞാൻ ക്ഷമ കൊടുത്ത കുറച്ച് വ്യക്തികളുണ്ട്. ആ വ്യക്തികളും ഞാൻ കൊടുത്ത ക്ഷമയെ ഞാൻ നിന്നെ ഒന്ന് പഠിപ്പിക്കാം. എന്നിട്ട് നീ പറ, നീ ക്ഷമിച്ചിട്ടുണ്ടോ ഇല്ലയോ? കർത്താവ് നമുക്ക് എങ്ങനെ ക്ഷമ തന്നെ? കർത്താവിന്റെ കണ്ടീഷൻ ഇതാ, കർത്താവ് ക്ഷമിച്ചതുപോലെ വേണം നാം ക്ഷമിക്കാൻ. ആരോട്? ക്രൈറ്റീരിയ അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും വീട്ടിലുള്ള സകലരോടും കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ ഇനി കർത്താവ് ക്ഷമിച്ചത്? യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, കർത്താവ് നമ്മുടെ പാപങ്ങളെ നമുക്ക് ക്ഷമിച്ചു തന്നപ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെ സമുദ്രത്തിന്റെ എവിടെയാ? എന്തിന് ഈ സമുദ്രത്തിന്റെ ആഴത്തിൽ നമ്മുടെ പാപങ്ങളെ ഇട്ട് കളഞ്ഞത് അറിയാമോ? ഇനി ആരും അത് എടുത്തോണ്ട് വരരുത്. അതായത് കർത്താവ് ക്ഷമിച്ചത് എങ്ങനെയെന്ന് ഒറ്റ വാക്കി പറയാം, forgive and forget. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നീ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണം, മറക്കുകയും ചെയ്യണം. സഹോദരിമാരെ, നമുക്കത് ബുദ്ധിമുട്ടാ. എന്തുകൊണ്ടാ സഹോദരന്മാരെ വിട്ടുകളഞ്ഞെന്ന് ചിന്തിക്കരുത്. സഹോദരിമാരെ, നമ്മളെ ദൈവം അങ്ങനെ സൃഷ്ടിച്ചിരിക്കും. നമ്മൾ ആരെങ്കിലും അച്ചായന് പറഞ്ഞ കാര്യങ്ങൾ മറന്നെന്ന് പറഞ്ഞാലും ക്ഷമിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ഡേറ്റ് വെച്ച് ഓർത്തിരിക്കുന്നവരാ. അതുകൊണ്ടാണ് ഞാൻ ആണുങ്ങളെ വിട്ടുകളഞ്ഞത്. അതായത് ആണുങ്ങളുടെ ഒരു ഓർമ്മശക്തിയും പെണ്ണുങ്ങളുടെ ഓർമ്മശക്തിയും വെച്ചാൽ പെണ്ണുങ്ങൾ ഡേറ്റും ടൈമും എല്ലാം ഓർത്തിരിക്കാൻ അറ്റ് എ ടൈമിൽ കഴിവ് ദൈവം പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആണുങ്ങൾ അതുകൊണ്ടല്ലേ വെഡിങ് ആനിവേഴ്സറി ഒക്കെ മറന്നു പോകുന്നത്, ബർത്ത്ഡേ ഒക്കെ മറന്നു പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങനല്ല. നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന നാളിൽ ആദ്യ ദിവസം തൊട്ട് ഭർത്താവ് പറഞ്ഞത് തൊട്ട് അമ്മായിയമ്മ പറഞ്ഞത് തൊട്ട് നമ്മൾ എഴുതിയിട്ടിട്ടുണ്ട്. എവിടെ? മനസ്സിന്റെ പലകയിൽ. അവസരം കിട്ടും ഇത് പൊങ്ങി വരും. നമ്മൾ വിട്ട് കളഞ്ഞെന്ന് പുറമേ പറയുമ്പോഴും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ സോഫാടെ അടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പോലെ വെച്ചേക്കുക. എന്തുവാ? അന്ന് നിങ്ങൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ ഭർത്താവ് ചോദിക്കും, അയ്യോ അത് ഞാൻ എത്ര വർഷത്തിന് മുമ്പത്തെ കാര്യമാ, അത് അന്നേ ക്ഷമ പറഞ്ഞില്ല, ഇത്രയും വർഷം ജീവിച്ചില്ല, ഇപ്പോഴും നീ അത് ഓർത്തിരിക്കണോ? അതെ, ക്ഷമിച്ചു, പക്ഷെ ഞാൻ മറക്കത്തില്ല. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ തമാശയാന്ന് വിചാരിക്കരുത് കേട്ടോ. കർത്താവ് പറയുന്ന കണ്ടീഷൻ, നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞാനും ക്ഷമിക്കാം. അപ്പം ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഞായറാഴ്ച രാവിലെ ആലയത്തിൽ വന്ന് അങ്ങോട്ട് ഇരുന്ന് ശുദ്ധീകരണ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുക. ഞാൻ രാവിലെ വന്ന് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കി തലേ തുണിയൊക്കെ ഇട്ട് പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങുമ്പം കർത്താവ് വിളിക്കുക, ആണ്ട വന്നു ഇന്നലെ നുണ പറഞ്ഞ അക്സ. അപ്പൊ ഞാൻ പറയാം, അത് ഇന്നലെ ഞാൻ ഏറ്റു പറഞ്ഞതല്ലേ? അപ്പൊ കർത്താവ് പറയാം, അല്ല ഞാനൊന്ന് ഓർമ്മിച്ചെന്നേ ഉള്ളൂ. ദാണ്ട് വരുന്നു അമ്മായിമ്മയായിട്ട് വഴക്ക് പിടിച്ചവൾ. അപ്പൊ നമ്മൾ പറയാം, അയ്യോ അത് 10 വർഷത്തിന് മുമ്പ് ഞാനത് അങ്ങ് ക്ഷമിച്ചില്ലേ, ഞാൻ ക്ഷമ ചോദിച്ചതല്ലേ. അപ്പൊ കർത്താവ് പറയാ, അല്ല ഒന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അതെന്തിനാ എന്നെ ഇങ്ങനെ ഓർപ്പിക്കുന്നേ? അപ്പൊ കർത്താവ് പറയാ, നീയും ഇടയ്ക്ക് മറ്റുള്ളവരെ ഇങ്ങനെ ഓർപ്പിക്കാറുണ്ട്.
കർത്താവിന്റെ ക്ഷമയുടെ കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. കർത്താവ് പറയുക, ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. എങ്ങനെ കർത്താവ് ക്ഷമിച്ചത്? നമ്മൾ ഇന്നും ഈ ക്യാമ്പിന് വന്നിരുന്ന് രാവിലെ ശുദ്ധീകരണം പ്രാപിച്ച് കാണുമല്ലോ. പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പ് കർത്താവെ എന്നോട് സംസാരിക്കണം. അപ്പൊ ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിക്കുക, മക്കളെ ഞാൻ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ എപ്പോൾ ഏറ്റു പറഞ്ഞോ ആ പാപത്തെ മൊത്തം കൊണ്ടേ കടലിന്റെ അടിയിൽ, സമുദ്രത്തിന്റെ അടിയിൽ കൊണ്ട് ഇട്ടേക്കുക. അതൊരിക്കൽ പോലും ഞാൻ നിനക്ക് നേരെ ഓരോന്നോരോന്നും പോയിന്റ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഞാൻ നിന്നെ ഇന്നും വിളിക്കുന്നത് മോളേന്നാ, മോനേന്നാ. പക്ഷെ നീ മറ്റുള്ളവരോട് ക്ഷമിച്ചെന്ന് പറയുമ്പോഴും നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ അവർ ചെയ്തത് ഓരോന്നും എണ്ണി എണ്ണി പോയിന്റ് ചെയ്ത് വെക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്ന് നിങ്ങളെ നോക്കി പറയുക, വിട്ട് കളയേണ്ടതിനെ വിട്ട് കളഞ്ഞില്ലെങ്കിൽ കർത്താവും നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾക്ക് ക്ഷമിച്ചു തരുന്നില്ല. കർത്താവ് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, അപ്പാ ക്ഷമ കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കർത്താവ് എങ്ങനെ ക്ഷമിച്ചെന്ന് ആദ്യം അങ്ങനെ ഒന്ന് പഠിപ്പിക്കുക. കാരണം ബൈബിളിൽ വായിക്കാൻ എളുപ്പമാണ്. ഞാൻ കർത്താവിനോട് അങ്ങോട്ട് കുറേ കാര്യം, കർത്താവ് ദൈവമല്ലേ, കർത്താവിന് ക്ഷമിക്കാൻ എളുപ്പമാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ കുറച്ചു നേരം ഞാൻ ഒരു മനുഷ്യനായിട്ട് നിന്റെ മുമ്പിൽ കുറേ കാര്യങ്ങൾ പറയാം. നിന്നെ വേദനിപ്പിച്ചവരും നീ കുറേ വാക്കുകൾ പറഞ്ഞില്ല, അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു, അവരുടെയൊക്കെ പേരുകൾ നീ ഒന്ന് എഴുതാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു ഡയറി എടുത്ത് അവരെന്നോട് അങ്ങനെ പറഞ്ഞു ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞവരുടെയൊക്കെ ലിസ്റ്റ് എഴുതി. നോക്കിയപ്പോൾ ഒത്തിരി പേരുണ്ട് വേദനിപ്പിച്ചവർ. നമ്മളെ വേദനിപ്പിച്ചവരെ എഴുതുന്നവരുടെ ലിസ്റ്റ് എന്താ? നമുക്ക് ഭയങ്കരമല്ലേ. കർത്താവിനോട് പറഞ്ഞു അടുത്ത പേജ് എഴുതി നീ വേദനിപ്പിച്ചവരുടെ ലിസ്റ്റ് എഴുതാൻ പറഞ്ഞു. അതിന് ഞാൻ ആരെയാ വേദനിപ്പിച്ചേ? ഞാൻ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചിട്ടില്ല. നമ്മൾ ഇന്ന് അങ്ങനെ ചിലർ പറയാറില്ലേ, എന്നെ എല്ലാവരും വേദനിപ്പിക്കുന്ന, ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല. അത് നമ്മുടെ ചിന്തയാ. പക്ഷെ നമ്മൾ വേദനിപ്പിച്ചവരും നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ ക്ഷമ കൊടുക്കുകയും ചെയ്യണം, ക്ഷമ ചോദിക്കുകയും ചെയ്യണം. ഇത് രണ്ടും രണ്ട് പ്രോസസ്സാണ്, ഒറ്റ ടൈമിൽ നടക്കണം. ക്ഷമ ചോദിക്കുകയും ചെയ്യണം, ക്ഷമ കൊടുക്കുകയും ചെയ്യണം. അപ്പൊ പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞത്, കർത്താവ് എങ്ങനെ ക്ഷമിച്ചു? രണ്ട് വ്യക്തികളെ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പരിചയപ്പെടുത്തുക. അത് എന്നെ ദൈവം പഠിപ്പിച്ച കാര്യമാണ്. എന്നോടന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറി ചോദിച്ചു, നീ ലിസ്റ്റ് എഴുതി വെച്ച് കുറെ പേരുടെ കാര്യം പറഞ്ഞല്ലോ, അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു, നീ എന്തെങ്കിലും നന്മ ചെയ്തിട്ടാണോ? ഞാൻ പറഞ്ഞു ഒരാളുണ്ട്, ഞാൻ ഒത്തിരി നന്മയാ അവർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അവരെനിക്ക് തിന്മ ചെയ്തത്. അപ്പൊ കർത്താവ് പറഞ്ഞു, യെസ്, അവിടെ നിന്ന് തന്നെ തുടങ്ങാം. നമ്മളെപ്പോഴും അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ നമുക്ക് വേദന എവിടുന്നാ? നമ്മൾ സഹായം ചെയ്തവർ, നമ്മൾ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്ത ആൾക്കാർ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ നമ്മൾ പറയും, അറിയാവോ ഞാൻ കാരണമാ അവർ ഈ പൊസിഷനിലെത്തിയത്, ഞാൻ കാരണമാ അവർക്ക് ജോലി കിട്ടിയത്, ഞാനാണ് അവർക്ക് ഇതെല്ലാം ചെയ്തത്, എന്നിട്ടും അവരെന്നോട് ഇങ്ങനെ ചെയ്തു. ഇങ്ങനെ പറഞ്ഞവരൊക്കെ ഇതിനകത്ത് കാണുമല്ലോ, ഇല്ലേ? ഞാൻ പൊന്നുപോലെ നോക്കിയത്, എന്നിട്ടും അവരെന്നോട് ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇതേ കാര്യം ഞാൻ ദൈവാത്മാവിന്റെ സന്നിധിയിൽ ഇരുന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാ, മോളെ നിന്റെ വികാരം ആരെക്കാളും എനിക്ക് മനസ്സിലാകും. അതിന് കാരണമുണ്ട്, നീ കടന്നുപോയ അതേ പാതയിൽ ഞാനും കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് എന്നോട് ചോദിച്ച രണ്ട് ചോദ്യം, നീ ആണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ, അതായത് യേശുവിൻ്റെ സ്ഥാനം, നിങ്ങളല്ലേ നീ ആ സ്ഥാനത്തൊന്ന് വരണം കേട്ടോ. എന്നെ പണിത ഭാഗം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുക. നിങ്ങളെല്ലാവരും ഒരു നിമിഷം യേശുവിൻ്റെ സ്ഥാനത്ത് ഒന്നിക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് 12 ശിഷ്യന്മാരുണ്ടെന്നിരിക്കട്ടെ. എന്നോട് ചോദിച്ചു, നിനക്ക് യൂദയോട് ക്ഷമിക്കാനാണോ എളുപ്പം, പത്രോസിനോട് ക്ഷമിക്കാനാണോ എളുപ്പം? എൻ്റെ ആൻസർ വളരെ ക്വിക്കായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് പത്രോസിനോട് ക്ഷമിക്കാനായിരിക്കും എളുപ്പം. പിന്നെയും കർത്താവിനോട് ചോദിച്ചു, ഇരുന്ന് ചിന്തിച്ചിട്ട് ഉത്തരം പറയാൻ പറഞ്ഞു. ഒരു ദിവസത്തെ സമയമുണ്ട്, ഞാനിരുന്ന് വചനമൊക്കെ വായിച്ച് ഞാനിരുന്ന് ചിന്തിച്ചു. പത്രോസും ഞാനും ഒരുമിച്ച് നടക്കുന്നു, യൂദായുണ്ട് കൂടെ, ഇതൊക്കെ ഇരുന്ന് ചിന്തിച്ചു. അവസാനം എൻ്റെ ഉത്തരം മാറി. ഞാൻ പറഞ്ഞു, ഇല്ല കർത്താവേ, എനിക്ക് യൂദയോട് ക്ഷമിക്കാനാ കുറച്ചും കൂടെ എളുപ്പം, പത്രോസിന് ക്ഷമ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, കറക്റ്റ് ആൻസറാ. എന്നാ കാര്യം? നിങ്ങൾ എന്നോട് അക്സസിന് എന്തുകൊണ്ട് യൂദയ്ക്ക് ക്ഷമ കൊടുക്കാൻ പറ്റും? എനിക്കൊരൊറ്റ കാര്യമുള്ളൂ പറയാൻ, എനിക്ക് യൂദയെ ക്ഷമിക്കാൻ എളുപ്പമാണ്. കാരണം എന്നാന്നറിയോ? രണ്ട് കാര്യം. ഒന്ന്, അറ്റ്ലീസ്റ്റ് ചുംബിച്ചിട്ടല്ലേ തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ ഒറ്റിക്കൊടുത്തതോ. അതായത് പുള്ളി വാക്കുകൊണ്ട് എന്നെ എന്ത് ചെയ്തിട്ടില്ല, വേദനിപ്പിച്ചിട്ടില്ല. ചുംബനല്ലേ തന്നേ, കഴുത്തേലൊന്നും ഞെക്കി പിടിച്ചില്ലല്ലോ, ചുംബിച്ചില്ലേ. രണ്ട്, എടുത്ത പൈസ വെച്ച് പുള്ളി വല്ല വീട് പണിതോ? അത് തിരിച്ചും നമ്മൾ പറഞ്ഞില്ല, എന്നെ പറ്റിച്ച കാശ് കൊണ്ട് അവൻ വീട് വെച്ചത്, അല്ലേ?
നമ്മൾ ചിലരെ കുറിച്ച് പറയത്തില്ലേ, എന്നെ പറ്റിച്ച പൈസ കൊണ്ട് അവൻ ബിസിനസ് തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ നമ്മൾ പലരെയും കുറിച്ച് പറയാറില്ലേ. എന്നാ യൂദായേ, നീ പറ്റിച്ച പൈസ എന്തിയേ? അയ്യോ, അതെൻ്റെ കയ്യിലില്ല, അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. പക്ഷെ എൻ്റെ ആൻസർ, ദൈവം പറഞ്ഞു, യെസ്, യൂദയോട് ക്ഷമിക്കാൻ നിനക്ക് എളുപ്പമായിരിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇനി നീ എൻ്റെ സ്ഥാനത്ത് നിന്ന് പത്രോസിനോട് ക്ഷമിക്കാൻ പറ്റാത്ത എന്താ? ഞാൻ പറഞ്ഞു, അയ്യോ, പത്രോസിനോട് ക്ഷമ കൊടുക്കാൻ പറ്റത്തില്ല. അതെന്നാ കാര്യം? ഒരു 13 കൂട്ടം കാര്യങ്ങൾ, അതിൽ കൂടുതലുണ്ട് കേട്ടോ, ഞാൻ എഴുതി വെച്ചു എൻ്റെ പുസ്തകത്തിൽ. കാരണം വേറൊന്നുമല്ല, എനിക്ക് ക്ഷമ കൊടുക്കാൻ പറ്റാത്തവർക്ക് ഞാൻ ചെയ്തു കൊടുത്ത കുറേ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ അവർക്ക് അത് ചെയ്തു കൊടുത്തു, ഇത് ചെയ്തു കൊടുത്തു, എന്നിട്ടും അവരെന്നോട് ഇങ്ങനെ ചെയ്തു. അപ്പൊ കർത്താവ് പറയും, മോളെ, ഇനി ഞാൻ നിന്നെ പഠിപ്പിക്കാം ഞാൻ എങ്ങനെയാ ക്ഷമിച്ചെന്ന്. നീ ഒന്ന് നോക്കിക്കേ, നീ എൻ്റെ കൂടെ വന്നേ, പത്രോസിന്റെ അടുക്കിലേക്കൊന്ന് വരാം. യേശു ആദ്യം പത്രോസിനെ കാണുന്ന എവിടാന്നറിയോ? ശൂന്യമായ പടകിന്റെ അടുക്കല. അപ്പൊ കർത്താവ് പറയാ, ഞാൻ ആദ്യം പത്രോസിനെ കണ്ടപ്പോൾ അവന് ഒന്നും ഇല്ലാത്തവനായിരുന്നു, പടക് ശൂന്യമായിരുന്നു. പക്ഷെ എന്നെ കണ്ടതിന് ശേഷം ഞാൻ അവൻ്റെ പടക് നിറച്ചു കൊടുത്തു. അവിടെ നിന്ന് അവൻ്റെ പേര് മാറ്റി, അവൻ്റെ പൊസിഷൻ മാറ്റി, അവൻ അധികാരം കൊടുത്തു. എത്ര കൂട്ടം കാര്യങ്ങളാന്ന് ഓർത്തോണം. 4 ഒരു ശിഷ്യന്മാരുടെയും വീട്ടിൽ യേശു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ പത്രോസിന്റെ വീട്ടിൽ യേശു പോയിട്ടുണ്ട്. പത്രോസിന്റെ അമ്മാവി അമ്മയെ സൗഖ്യം കൊടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ അപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവിടെയൊക്കെ പത്രോസിന് ഒരംശം തിരിച്ച് വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. അതായത് യേശുവിൻ്റെ നടന്നതിന് ശേഷം വീട്ടിൽ പിന്നെ പോയി ബ്രെഡ് മേടിച്ച് കൊടുക്കേണ്ടി വന്നിട്ടില്ല. യേശു എപ്പോഴും പത്രോസിന് എന്ത് കൊടുത്തിട്ടുണ്ട്? വീതം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത്, സാമ്പത്തിക ബുദ്ധിമുട്ട് ഏതെങ്കിലും ശിഷ്യന്മാരുടെ മാറ്റി കൊടുത്തിട്ടുണ്ടോ? ഇല്ലെന്ന്. യേശുവിന് ഒറ്റ സാമ്പത്തിക ഇടപാടുള്ള ഒരാളുമായിട്ടുള്ള ആരായിട്ടാ? പത്രോസുമായിട്ട്. അതെ, ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പം നമ്മൾ പറയത്തില്ലേ, നട്ടം തിരിഞ്ഞ് നടന്നപ്പം നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്തത്, കൂടെ ഒരു പപ്സും കൂടെ മേടിച്ചു കൊടുത്തു. എന്നിട്ടാ അവൻ എന്നെ ചതിച്ചത്. കേട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ പറയുമായിരിക്കില്ല, കൂട്ടുകാരൊക്കെ ചതിച്ചത് ഇല്ലേ? അപ്പൊ യേശു എന്നോട് പറയുക, മോളെ, ടാക്സ് അടയ്ക്കാൻ പൈസ ഇല്ലാതെ വന്നപ്പോൾ മറ്റൊരു ശിഷ്യന്മാർക്കും കൊടുക്കാത്തതാ ഞാൻ അവന് വേണ്ടി ചെയ്തത്. ടാക്സ് അടയ്ക്കാനുള്ള പൈസയായി ഞാൻ കൊടുത്തു. മനസ്സിലായോ? പിന്നെ ഞാൻ എവിടെ പോയാലും പുള്ളി എൻ്റെ കൂടെ, നമ്മൾ പറഞ്ഞില്ല, എൻ്റെ ചങ്കായിട്ട് കൂടെ കൊണ്ട് നടന്ന ആളാ. ആരും കാണാത്ത ദൈവത്തിന്റെ തേജസ്കരണം കണ്ട വ്യക്തി ആര്? പത്രോസ്. ആർക്കും കിട്ടാത്ത ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടിയ ആളാ പത്രോസ്. അങ്ങനെ നോക്കിയാൽ അവസാനം 2 കാര്യം എനിക്ക് പറയാതെ വിടാൻ പറ്റത്തില്ല. മറ്റൊന്നുമല്ല, ശതാധിപന്റെ ദാസന്റെ കാതറുത്തപ്പം യേശു എന്താ ചെയ്ത്? സംസാരം പോലും ഇല്ല, പെട്ടെന്ന് എന്ന് ഹീലിംഗ് കൊടുത്തു. അതായത് നമ്മുടെ ഭാഷയെ പറയുക, ഇപ്പൊ ഈ പുള്ളി ജയിലിൽ കിടക്കേണ്ടതാ, എൻ്റെ ഒരൊറ്റയാളുടെ വാക്കുകൊണ്ടും ഗ്യാരണ്ടി കൊണ്ടാ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇറങ്ങി നടക്കുന്നത്. അതായത് യേശുവിന്റെ ഗ്യാരണ്ടി കൊണ്ടാ പത്രോസെ നിനക്ക് നീ ജയിലിൽ പോകാതെ നിൽക്കുന്നത്. നമ്മളിങ്ങനെയൊക്കെ സഹായം കൊടുത്തവരില്ലേ? നിങ്ങൾക്കൊക്കെ കുറെ പേരുടെ പേരുകളൊക്കെ മനസ്സിൽ കൂടെ വരുന്നുണ്ടല്ലോ അല്ലേ? പൈസ കൊടുത്തവര്, സാമ്പത്തികമായി സഹായിച്ചവര്, നിങ്ങൾ ജാമ്യം നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നവര്. പത്രോസിന് ജാമ്യം നിന്ന് യേശു വിടുതൽ കൊടുക്കുക. യേശു വിടുതൽ കൊടുത്തില്ലായിരുന്നെങ്കിലോ ശതാധിപന്റെ ദാസന് എവിടെ പോയേനെ? യേശു പോകുന്നതിന് മുമ്പ് പുള്ളി ജയിലിൽ പോയേനെ. അവിടെ നിന്ന് അതൊക്കെ പോരാ, ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ. സാത്താൻ ഒരു അനുവാദം ചോദിക്കുക യേശുവിനോട്, ഞാൻ പുള്ളി ഒന്ന് പാറ്റിക്കോട്ടെ. അപ്പൊ കർത്താവ് പറയാ, സാത്താനെ, പൗലോസിനെ വേണേ തരാം, ഇയ്യോബിനെ വേണേ തരാം, പുള്ളിയുടെ അടുത്തുകൂടെ പോലും പോകല്ലേ. അതായത് നമ്മുടെ കാര്യത്തിൽ കർത്താവിന് അങ്ങനെ വല്ല ഉറപ്പുണ്ടോ? മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സാത്താന് പോലും പത്രോസിനെ ദൈവം വിട്ടുകൊടുത്തില്ല. യേശു ഇത്രയും നന്മ പത്രോസിന് വേണ്ടി ചെയ്തിട്ട് യേശു എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോളെ, ഞാൻ അവന് വാണിങ്ങും കൊടുത്തു, നീ ചിലപ്പോൾ എന്നെ ചിലപ്പോൾ നല്ല തള്ളിപ്പറയും, കോഴി കോവുന്നതിന് മുമ്പ് നീ എന്നെ തള്ളിപ്പറയും. ഇത്രയും പറഞ്ഞിട്ട് എനിക്കറിയാം അവൻ പ്രാർത്ഥിക്കത്തില്ലെന്ന്. അവൻ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് അവനെയും കൂടെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ ഗതസമനെ പ്രാർത്ഥിക്കാൻ പോയത്. എന്നിട്ട് അവനെ 2 വട്ടം വന്ന് ഞാൻ നിർബന്ധിക്കുകയും ചെയ്തു, മോനെ, സംഭവിപ്പാളല്ലോ, ഒഴിഞ്ഞു പോകേണ്ടത്, നീ എന്ത് ചെയ്യണം? ഉണർന്ന്. ഇത്രയും ചെയ്തിട്ട് 15 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇത്രയും ചെയ്തു കൊടുത്ത വ്യക്തിയാ പത്രോസ്. ആര്? യേശു പത്രോസിന്. യേശു ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത്രയും ചെയ്തു കൊടുത്തിട്ട് അല്പം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പത്രോസ് ചെയ്തൊരു കാര്യമുണ്ട്. മാന്യമായിട്ടിരുന്നിട്ട് ഒരു വാക്ക് പറയാം, അറിയത്തില്ലെന്നല്ല പറഞ്ഞത് കേട്ടോ,
ഞാൻ കരഞ്ഞു പോയത് എവിടാന്നറിയോ? ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഇടയായി തീർന്ന ഭാഗം ഏതാണെന്നറിയാമോ? അവിടെ എഴുതിയേക്കുക, അവനാണ് ഇടാനും പ്രാകാനും തുടങ്ങി. എന്തുവാ പ്രാക്ക്? ഹി സ്റ്റാർട്ടഡ് കേഴ്സിങ്. ശപിക്കാൻ തുടങ്ങിയ യേശുവിനെ. വെറുതെയാണോ ശപിക്കുക എന്ന് പറയുന്നത്? നിങ്ങളെ ശപിച്ചവർക്ക് നിങ്ങൾക്ക് ക്ഷമ കൊടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾ പറയും ഒരിക്കലും ഇല്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്നെ ശപിക്കുക, ഞാൻ എങ്ങനെ ക്ഷമ കൊടുക്കുന്നേ? കർത്താവ് പറയാം, മോളെ ഞാൻ ക്ഷമ കൊടുത്തെന്ന്. എങ്ങനെ? ആർക്ക്? പത്രോസിന്. എന്തുവാ പത്രോസിന് ചെയ്തു കൊടുത്ത? 15 കൂട്ടം കാര്യങ്ങൾ. കൂടെ കൊണ്ട് നടന്നത് തൊട്ട്, അല്ലെങ്കിൽ അപ്പം കൊടുത്തത് തൊട്ട്, ടാക്സ് കൊടുത്തത് തൊട്ട് 15 കൂട്ടം കാര്യങ്ങൾ ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഇങ്ങനെ നീ ചെയ്തു കൊടുത്ത ആരെങ്കിലും നിന്റെ ലൈഫിലുണ്ടോ? ഞാൻ പറഞ്ഞു, ഇത്രയൊന്നും ഞാൻ ആർക്കും ചെയ്തു കൊടുത്തിട്ടില്ല. പിന്നെ അവര് പറയുന്ന ഒരു വാക്കും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക നാളുകളായിട്ട്, ക്ഷമിക്കത്തില്ലെന്നും പറഞ്ഞു. കർത്താവ് പറയാ, ഇത്രയും ചെയ്തു കൊടുത്തിട്ട് പത്രോസ് ആണയിടാനും പ്രാകാനും തുടങ്ങി. എന്തുവാ പ്രാക്ക്? എങ്ങനെയായിരിക്കാം പ്രാഗിയത്? ഇതാരേ യേശു? പുള്ളി ആരാന്നാ വിചാരം? എനിക്ക് ആ പുള്ളിയെ അറിയത്തേ ഇല്ല. പ്രാകുക, കേഴ്സ് ചെയ്യുക, ശാപവാക്കുകൾ ഉപയോഗിക്കുക. എന്റെ ഹൃദയം തകർന്നത് എവിടാന്നറിയാമോ? യേശു അപ്പച്ചൻ എന്നോട് ചോദിക്കുക, മോളെ, നമ്മൾ പറയത്തില്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ പറയാൻ ചാൻസ് ഉണ്ട്, ഞാൻ കേട്ടില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, ഇതെങ്ങനെ? അതിലും ഭേദം അവരൊരു കത്തി എടുത്ത് എൻ്റെ നെഞ്ചിനിട്ട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. മലയാളികളല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഞാൻ പറയുന്നത്. ഇതിലും ഭേദം കത്തി എടുത്ത് എൻ്റെ ഹൃദയത്തിനകത്തോട്ട് അങ്ങ് കുത്തുന്നതാ. അതിലും വലുതാന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉപയോഗിച്ച വാക്കുകൾ പറയത്തില്ലേ നമ്മള്, ഞാൻ കേട്ടില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നു, ഇത് ഞാൻ കേൾക്കാൻ വേണ്ടിയാ പറഞ്ഞത്, എനിക്ക് അതുകൊണ്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല. യേശു പറഞ്ഞ ഇത് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ യേശു അപ്പച്ചൻ പറയാ, മോളെ, ഞാൻ കേൾക്കാതെ അല്ല പത്രോസ് എന്നെ തള്ളിപ്പറഞ്ഞത്, ഞാൻ നല്ല സൂപ്പറായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ അതിന്റെ തെളിവ്? കോഴി കൂകി, പത്രോസ് തിരിഞ്ഞു, ആരെ കണ്ടു? യേശു. യേശു തിരിഞ്ഞു പത്രോസിനെ നോക്കിയെന്ന്. അതായത് ഇവിടെ ഇരുന്ന് പറഞ്ഞത് മൊത്തം മൂന്നാമതൊരാളല്ല യേശുവിന്റെ ചെവി കൊണ്ട കൊടുത്തത്. യേശു ശാപം മൊത്തം കേട്ടോണ്ടിരിക്കുക. കേട്ടിട്ട് തിരിഞ്ഞു പത്രോസിനെ ഒരു നോട്ടം നോക്കി. ദൈവ പൈതലെ, ഞാൻ ചോദിക്കട്ടെ, ആ നോട്ടത്തിന്റെ അർത്ഥം എന്തായിരിക്കും? പത്രോസേ, നീ എവിടെയായിരുന്നെന്ന് നിനക്കറിയാമോ? ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോൾ നീ ഒന്നുമില്ലാത്തവനായി, പടക്ക് ശൂന്യമായി നീ കരഞ്ഞപ്പോൾ ആ കരച്ചിൽ കണ്ടവനാ ഞാൻ. ഹല്ലേലൂയ. നിന്റെ പേര് വെറും യോഹന്നാന്റെ മകനായ ശീമോൻ എന്നാൽ ഞാൻ നിന്റെ പേര് മാറ്റി, ഞാൻ നിന്റെ ഡെസ്റ്റിനേഷൻ മാറ്റി, ഞാൻ നിന്റെ അധികാരത്തെ മാറ്റി, ഞാൻ നിനക്ക് ടാക്സ് അടയ്ക്കാൻ കാശ് തന്നു, മറ്റൊരു ശിഷ്യന്മാർക്കും കൊടുക്കാത്ത പദവിയാ ഞാൻ നിനക്ക് തന്നത്. ഹല്ലേലൂയ. എന്റെ തേജസ്കരണം നീ കണ്ടവനാ. ഹല്ലേലൂയ. ഇത്രയും കണ്ടിട്ടും പത്രോസേ, നിനക്ക് എങ്ങനെ എന്നെ ശപിക്കാൻ കഴിയുന്നു? ഇതാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ കർത്താവിനോട് പറയാ, അല്ല മോളെ, എൻ്റെ നോട്ടത്തിന്റെ അർത്ഥം നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തെന്നല്ല. അല്ല അല്ല കർത്താവ് തിരിഞ്ഞു പത്രോസിനെ നോക്കിയപ്പോൾ പത്രോസ് കരഞ്ഞെന്ന് കണ്ടിട്ടുണ്ടോ? എന്താ കരച്ചിലിന്റെ അർത്ഥം എന്നറിയാമോ? യേശുവിന്റെ കണ്ണിൽ നിന്ന് യേശു പത്രോസിനെ നോക്കുന്ന നോട്ടം നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിൽ കൂടെ വരണം കേട്ടോ. ഹല്ലേലൂയ. യേശു തിരിഞ്ഞ് പത്രോസിനെ നോക്കുമ്പോൾ യേശു പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എനിക്കറിയാം നിന്റെ അവസ്ഥ, എനിക്കറിയാം നിന്റെ അവസ്ഥ. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിലും നിന്റെ സാഹചര്യങ്ങളാ നിന്നെ ഇങ്ങനെ ആക്കിയത്. സാരമില്ല, എനിക്കറിയാം നിനക്കൊന്നിന്റെ കുറവുണ്ടെന്ന്. അത് ഞാൻ എത്രയും വേഗം നികത്തും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ശക്തി അത് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ എന്നെ തള്ളിപ്പറയുന്നവനായിട്ടല്ല, എനിക്ക് വേണ്ടി ക്രൂശിൽ ഹല്ലേലൂയ മരിക്കുന്ന ഒരു യോദ്ധാവാക്കി ഞാൻ നിന്നെ മാറ്റും. യേശുവിന്റെ ആ നോട്ടത്തിലാ പത്രോസ് മാനസാന്തരപ്പെട്ടത്. ഇന്ന് ചിലരെ യേശു നോക്കുകയാ, യേശു ചോദിക്കുകയാ, മാനസാന്തരപ്പെടാൻ നിനക്ക് മനസ്സുണ്ടോ? യേശു നമുക്ക് ചെയ്തത് വെച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കാൻ പറ്റും. യേശു എന്നോട് ചോദിച്ചു, ഇനി നിനക്ക് ക്ഷമ കൊടുക്കാവോ? ഞാൻ പറഞ്ഞു, ഈസി ആയിട്ട് കൊടുക്കാം. ഞാൻ ഇത്രയൊന്നും ചെയ്തിട്ടില്ല ഇവർക്ക്. പക്ഷെ അവർ പറഞ്ഞ ഓരോ വാക്കും എന്നെ വേദനിപ്പിച്ചതിന്റെ പേരിലാ ഞാൻ ഇത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, കപടഭക്തി ഏതിൽ നിന്നാ വരുന്നെന്നറിയാമോ? വ്യാജഭാവം. 1 പത്രോസ് 2:1-2 എന്നെ മാനസാന്തരപ്പെടുത്തിയ വാക്യങ്ങളാ കേട്ടോ. 1 പത്രോസ് 2:1-2 ആകിയാൽ നിങ്ങളിലെ സകല ദുഷ്ടത, എല്ലാ ചതിവ്, വ്യാജഭാവം, അസൂയ എല്ലാം നുണയും നീക്കിക്കളയണം. എന്താ ഈ വ്യാജഭാവം?
ഞാൻ പറഞ്ഞില്ലേ, ക്ഷമ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ക്ഷമ കൊടുക്കാൻ പറ്റാത്തപ്പോൾ നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ കാണിക്കുന്ന അഭിനയത്തിനാണ് വ്യാജഭാവം എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടായി. ആ വ്യക്തി പിറ്റേ ദിവസം രാവിലെ ആലയത്തിൽ വരിക. ആലയത്തിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തിരുന്നു. നിങ്ങൾ മനസ്സില്ലാ മനസ്സോടെ കാണിക്കുന്ന ചിരിയും മനസ്സില്ലാ മനസ്സോടെ കൊടുക്കുന്ന ഷെയ്ക്കാൻഡും ഒക്കെ വ്യാജഭാവമാണ്. ഉദാഹരണം പറഞ്ഞാൽ, ആരെക്കുറിച്ചെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലേക്ക് അതേ വ്യക്തി കയറി വരുമ്പോൾ പെട്ടെന്ന് മുഖം മൂടി മാറ്റിയിട്ട് പറയത്തില്ല, അയ്യോ ഇപ്പോഴും കൂടെ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞെന്ന് പറയുവോ? പറയത്തില്ല. കുറ്റവാ പറഞ്ഞത്. പക്ഷേ ഈ വ്യക്തി അടുക്കലേക്ക് വരുമ്പോൾ നമ്മൾ ഭാവമൊക്കെ, അയ്യോ ഇപ്പോഴും കൂടെ നിങ്ങളുടെ കാര്യം പറഞ്ഞോളൂ. ഈ വ്യക്തി വിചാരിക്കുന്നു അവരെക്കുറിച്ച് ഭയങ്കര സ്നേഹത്തോടാണ് പറഞ്ഞെന്ന്. പിന്നെ കാണിക്കുന്നതിൻ്റെ പേര് അഭിനയം. ഇത് ദൈവസന്നിധിയിലും ഉണ്ട് കേട്ടോ. നമുക്കില്ലാത്തത് ഉണ്ടെന്ന് കാണിക്കുന്നത് കപടഭക്തിയാ. ഹല്ലേലൂയ. സഹോദരനോട് സ്നേഹിക്കാൻ പറ്റാത്തവൻ, വിശുദ്ധ ബൈബിളിൽ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൽ പറയുക, ഏത് ഒരു സഹോദരനെ നിങ്ങൾ പകയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കുന്ന, സ്വർഗം വിളിക്കുന്ന പേര് കൊലപാതക എന്നാ. 1 യോഹന്നാൻ 2-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അവിടെ എഴുതിയിരിക്കുക, സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നു. ദൈവമക്കളെ, കുലപാതകം ചെയ്യുന്നവർ സ്വർഗരാജ്യം കടക്കുവോ? ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമോ? ഈ ക്ഷമിക്കാൻ പറ്റാത്തതും ക്ഷമ കൊടുക്കാൻ പറ്റാത്തതും തെറ്റാണോ? തെറ്റാ. സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയാത്ത വലിയ പാപമാത്. ഞാൻ പറയുക, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപമായത്. ഇത് അനേകരെ മുറുകെ പിടിച്ചോണ്ടിരിക്കുക. ചിലർ പറയും, സിസ്റ്റർ എനിക്ക് ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ക്ഷമിക്കാൻ, അതാ ഞാൻ പറഞ്ഞ, മുറുകെ പിടിച്ചോണ്ടിരിക്കുക. ആദ്യം തൊട്ടേ ക്ഷമിക്കായിരുന്നു, പക്ഷെ ആദ്യം തൊട്ട് ക്ഷമിക്കാൻ പറ്റാതെ സാരമില്ല, നാളെ ആവട്ടെ, ഇനി അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. ഇത് പരിശുദ്ധാത്മാവ് എന്നോട് ചെല്ലുന്നിടത്തെല്ലാം പറയാൻ വിട്ട ഒരു കാര്യം. ദൂത പറയുക, കർത്തൃമേശ നിങ്ങൾ ആരും ഉദാസീനതയോടെ എടുക്കരുത് കേട്ടോ. ഇന്ന് അനേകർ എന്നെ വിളിച്ചിട്ട് പറയും, സിസ്റ്ററെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തിന് വേണ്ടിയാണ് ഞാൻ ആശുപത്രി കയറി ഇറങ്ങി നടക്കുന്നത്. നടുവേദനയായിട്ട് ചെല്ലും, പിന്നെ കാലുവേദനയായി, കൈവേദനയായി, നെഞ്ചുവേദനയായി, ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. റീസൺ ഞാൻ പറയാം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തിന്റെ പിൻപിൽ നിങ്ങൾ നാളുകളായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ വ്യവസ്ഥ പ്രകാരം അല്ല കർത്തൃമേശയിൽ നിന്ന് പങ്കുകൊള്ളുന്നത്. കാരണം മറ്റുള്ളവർക്ക് ക്ഷമ കൊടുത്തിട്ടില്ലെങ്കിൽ, ഹൃദയപൂർവ്വം ക്ഷമിക്കാതെ കർത്തൃമേശയിൽ നിന്ന് പങ്കുകൊണ്ടാൽ നിങ്ങളിൽ ചില രോഗികളാകും. ആ രോഗത്തിന് ഒരു ഡോക്ടർക്കും ചികിത്സ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ തന്നെ നിങ്ങൾക്കുള്ള ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുക. സഹോദരനോട് പക വെച്ചുകൊണ്ട്, സ്വന്തം വീട്ടിലുള്ള അമ്മയോടും അപ്പനോടും സഹോദരങ്ങളോടും ഭർത്താവിനോടും ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ട് നിങ്ങൾ കർത്തൃമേശയിൽ നിന്ന് കൈ നീട്ടുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുക, വ്യവസ്ഥയിലേക്ക് സഭ മടങ്ങി വരണം. വ്യവസ്ഥയല്ലാതെ കർത്തൃമേശ എടുത്താൽ അതിന്റെ ഭവിഷ്യത്തുകൾ നിങ്ങളുടെ കുടുംബത്തിൽ വരും. നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ അതിന്റെ ദണ്ഡനം അനുഭവിപ്പാനിടയായിത്തീരും. എന്തുകൊണ്ട്? കർത്താവ് ബാലശിക്ഷ നൽകി തരുന്ന ദൈവമാണ്. കർത്താവ് എന്ന് പറയുക, സകല ഭാരം വിടണം കേട്ടോ. ആരോടെങ്കിലും ഭാരം വെച്ചുകൊണ്ട് ഇന്ന് ഈ ക്യാമ്പിൽ വന്നെങ്കിൽ, ഇപ്പോൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കണം. ഫോണിൽ വിളിച്ച് ക്ഷമ പറയണം. ഇവിടെ ഉള്ളവരാണെങ്കിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയണം, അച്ഛാ, അമ്മാമേ, എനിക്ക് അമ്മാമയോട് വിഷമമുണ്ട്, ഇന്ന കാര്യത്തിലാ, ഹൃദയപൂർവ്വം എന്നോട് ക്ഷമിക്കണം. സഭയൊന്ന് ഐക്യമെത്തിപ്പെടാമോ? നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലുള്ളവരോട് ഐക്യമെത്തിപ്പെടാമോ? ഐക്യതയില്ലാതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞ, ഭൂമിയിൽ 2 പേർ ഐക്യമെത്തിപ്പെട്ട് എന്ത് അയച്ചാലും തരാം. എന്തുകൊണ്ടപ്പോൾ കിട്ടുന്നില്ല? ഐക്യതയില്ലാത്തത് കൊണ്ട്. ബൈബിളിൽ പറയുന്നു, നിങ്ങൾ തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കട്ടെ, നീതിമാന്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന ഫലിക്കും. നിങ്ങൾ ഇനി ലോകത്തിന്റെ എല്ലാ ലിസ്റ്റും എടുത്തുകൊണ്ട് വന്ന് കർത്താവിൻ്റെ അടുക്ക് ചെന്നിട്ട്, കർത്താവ് എനിക്ക് ആ വ്യക്തിക്ക് ക്ഷമ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ യേശുവിനെയും പത്രോസിനെ ഓർത്താൽ മതി. പ്രാഗിയ പത്രോസ്, ശപിച്ച പത്രോസിനെ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പോയൊന്ന് കണ്ടിട്ട് ചോദ്യം ചോദിക്കുക, മോനെ, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നോ? ഞാൻ ചോദിക്കട്ടെ, ഞാനായിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ആദ്യം ചെല്ലുന്ന കാണുന്നത് മക്തലക്കാരത്തി മറിയല്ല,
പത്രോസിന് ഇങ്ങോട്ട് വാടാ, 2 എണ്ണം ചോദിക്കാനുണ്ട്, ഇത് പറഞ്ഞ് തീർത്തിട്ട് മതി ഇനിയുള്ള സ്വർഗാരോഹണമെന്ന് ഞാൻ പറഞ്ഞേനെ. കാരണം പറയാൻ ഒത്തിരി. നിനക്കെന്നെ അറിയത്തില്ലല്ലേ? നിനക്ക് മീൻ കിട്ടിയപ്പോൾ നിനക്കെന്നെ അറിയായിരുന്നു, ടാക്സിന് പൈസ കൊടുക്കാതെ വന്നപ്പോൾ നിനക്കെന്നെ അറിയായിരുന്നു. ഇതെല്ലാം കൈ കിട്ടി, നിന്റെ പേര് മാറ്റി, നിന്റെ ഡെസ്റ്റിനേഷന് മാറ്റി കഴിഞ്ഞപ്പോൾ നിനക്കിപ്പോൾ എന്നെ അറിയത്തില്ലേ എന്ന് ഞാൻ ചോദിച്ചേനെ. ആ ചോദിക്കുന്ന അക്സയോട് കർത്താവ് പറയുക, അക്സയെ, ഇതൊക്കെ എനിക്ക് ചോദിക്കായിരുന്നെങ്കിലും ഞാൻ പഠിച്ച പാഠം എന്താണെന്നറിയാമോ? ഞാൻ ഹൃദയപൂർവ്വം അവനോട് ആ തിരിഞ്ഞു നോക്കിയില്ലേ, നോക്കിയപ്പോൾ അവൻ കരഞ്ഞില്ലേ, ആ കരച്ചിലിനകത്ത് ഒരു കുറ്റബോധം ഉണ്ടായിരുന്നു. അപ്പായെ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന്. ആ ക്ഷമയുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഞാൻ പത്രോസിന് ക്ഷമ കൊടുത്തു. അതുകൊണ്ടാ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് അവനോട് സംസാരിക്കാഞ്ഞത്. സംസാരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു പത്രോസിനെ പിന്നെ കിട്ടത്തില്ലായിരുന്നു. യേശു ക്ഷമിച്ചു, യേശു മറന്നു കളഞ്ഞു. അതുകൊണ്ട് അത് തുടങ്ങിയില്ല. യേശു ചോദിച്ചത്, മോനെ, നീ ഇതിലും അധികമായി എന്നെ സ്നേഹിക്കുന്നോ? ഹല്ലേലൂയ. ഇന്ന് ചിലരോട് കർത്താവ് ചോദിക്കുക, നിങ്ങൾ ഈ പിടിച്ചു വെക്കുന്ന പകയുണ്ടല്ലോ, പിണക്കമുണ്ടല്ലോ, അതിലൊക്കെ അധികമായി നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിനോട് സ്നേഹമില്ലാത്തവർക്ക് ഈ ഓട്ടം ഓടാൻ പറ്റത്തില്ല. കർത്താവിനേക്കാൾ വലുതാണ് നിങ്ങൾ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്ന വഴക്കെങ്കിൽ, കർത്താവിനേക്കാൾ നിങ്ങൾക്ക് വലുതാണ് ഇപ്പോൾ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നമെങ്കിൽ, കർത്താവിനേക്കാൾ വലുതാണ് സഹോദരങ്ങളുമായിട്ടുള്ള തല്ലെങ്കിൽ, സ്വർഗത്തിൽ പോവോ? ഇന്ന് കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ മുമ്പിൽ കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുവാനും, കർത്താവ് പൊറുത്തതുപോലെ പൊറുക്കുവാനും, കർത്താവ് മറന്നതുപോലെ മറക്കുവാനും എത്ര പേർ സമർപ്പിക്കും? അപ്പാ, ഞാൻ മറക്കാൻ തയ്യാറാ, പൊറുക്കാൻ തയ്യാറാ. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മ പറയുക, സ്വർഗരാജ്യത്തിൽ പ്രവേശനം ഇല്ല.